ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു ചോക്ക്ബോർഡ് സ്റ്റോറീസ്. അപ്പോൾ നമ്മുടെ ഡെയിലി ബൂസ്റ്ററിൻ്റെ 20ാമത്തെ ദിവസമാണിന്ന്. 80/2022 നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ +2 ലെവലിലെ പ്രിലിംസിൻ്റെ ഫസ്റ്റ് ഫേസിലെ ക്വസ്റ്റ്യൻ പേപ്പറാണിത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഡെയിലി ബൂസ്റ്റ് തുടങ്ങിയപ്പോൾ ഞാൻ ശരിക്കും ഒരു 10 ദിവസം, മാക്സിമം ഒരു 10 ദിവസമൊക്കെ പോയിട്ട് നമുക്ക് നിർത്താമെന്നുള്ള പ്ലാനായിരുന്നു. കാര്യം എങ്ങനെയാണ് നിങ്ങൾ ഇതിനെ റെസ്പോണ്ട് ചെയ്യുന്നത്, നിങ്ങൾ എങ്ങനെ ഈ ക്ലാസ്സുകൾ എടുക്കുമെന്ന് അറിഞ്ഞിട്ട് നമുക്ക് മുന്നോട്ട് പോകണോ വേണ്ടയോ തീരുമാനിക്കാനായിരുന്നു. പക്ഷെ ഒത്തിരി പേര് ക്ലാസ് മുടങ്ങാതെ ഫോളോ ചെയ്യുന്നതും അതിൻ്റെ നമുക്ക് ഡൗട്ട്സ് ചോദിക്കുന്നതും അത് ഒക്കെ നമുക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യം. അതുകൊണ്ട് എന്ത് ചെയ്തു, അതുകൊണ്ട് നമ്മളതിങ്ങനെ കണ്ടിന്യൂ ചെയ്ത് നമ്മളിപ്പോൾ 20 ദിവസം വരെ എത്തിയിട്ടുണ്ട്. അതിൻ്റെ ഒരു ബോണസ് ആയിട്ട് നമ്മുടെ ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് മാത്സ് 20 ക്വസ്റ്റ്യൻ ഉണ്ട്, ഇംഗ്ലീഷ് 20 ക്വസ്റ്റ്യൻ ഉണ്ട്, അതേപോലെ മലയാളം 10 ക്വസ്റ്റ്യൻ ആണ്. മൊത്തം നമ്മൾ 50 ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, അപ്പോൾ അതേപോലെ തന്നെ എന്ത് ചെയ്യുക, കൂട്ടത്തിൽ കൂടെ അങ്ങ് നമ്മുടെ ടെലഗ്രാമിൽ നമ്മൾ SCRT സീരീസും ഒക്കെ ചെയ്യുന്നുണ്ട്. ഒരേപോലെ തന്നെ SCRT സീരീസിൻ്റെ ക്ലാസ്സും അതേപോലെ തന്നെ മോക്ക് ടെസ്റ്റും ഒക്കെ അതേപോലെ നമ്മൾ പ്ലേലിസ്റ്റിൽ എന്ത് ചെയ്യാം, നമുക്ക് ഈ പറയുന്നതിൻ്റെ എല്ലാം പ്ലേലിസ്റ്റിൽ SCRT ടൈം ടേബിൾ എന്ന് പറഞ്ഞ് Day 1 Day 2 Day 3 കിടപ്പുണ്ട്. അതേപോലെ തന്നെ നെക്സ്റ്റ് SCRT മോക്ക് ടെസ്റ്റിൽ നമ്മുടെ കംപ്ലീറ്റ് ഓരോ Day 1 അല്ലെങ്കിൽ Day 1 ആണെങ്കിൽ അതിൻ്റെ മോക്ക് ടെസ്റ്റ് അവിടെ അവൈലബിൾ ആയിരിക്കും. അതും കൂടി അങ്ങ് ഒരുമിച്ച് പോയി കഴിഞ്ഞാൽ ഒരു 3 മാസം കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മാക്സിമം ഇംഗ്ലീഷ്, മലയാളം, മാത്സ്, SCRT നമ്മുടെ കയ്യിൽ സെക്യൂർ ആയിരിക്കും. ബാക്കിയുള്ള പോർഷൻസ് നമ്മുടെ കറണ്ട് അഫെയറും കൂടിയൊക്കെ പഠിച്ച് അത്യാവശ്യം നിങ്ങൾക്ക് നല്ല രീതിക്ക് മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യാം, നമ്മുടെ ക്ലാസ്സിലോട്ട് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഹാഡ് ഹി ഗോട്ട് ആൻ ഓപ്പർച്യൂണിറ്റി ഹി ഡാഷ് എ ഫിലിം. ശരിക്കും പറഞ്ഞാൽ എന്താണ്, ഇഫ് ക്ലോസ് ആണ്. ഇഫ് ക്ലോസിൽ നമുക്ക് എന്താണ്, അത് 2 തരത്തിൽ നമ്മൾ പറയുന്നുണ്ട് അല്ലേ. ഇഫ് യു ഹാഡ്, ആ ഒരു മീനിങ് തന്നെയാണ് ഇവിടെ വരുന്നത് കേട്ടോ. ഇഫ് ഹി ഹാഡ് ഗോട്ട് ആൻ ഓപ്പർച്യൂണിറ്റി ഹി ഡാഷ് എ ഫിലിം എന്നുള്ളത് തന്നെയാണ്. അത് നമുക്ക് ഇങ്ങനെയും എഴുതാം, ഹാഡ് ഹി ഗോട്ട് ആൻ ഓപ്പർച്യൂണിറ്റി ഡാഷ് ഹി ഡാഷ് എ ഫിലിം എന്ന് വരും. അപ്പം നമ്മളിവിടെ പഠിച്ചിട്ടുണ്ട് എന്തൊക്കെയാണ്. V1 ആണെങ്കിൽ വരേണ്ടത് എങ്ങനെയാണ്, വിൽ പ്ലസ് V1 ആണ് വരേണ്ടത് അല്ലേ. ഇഫ് ക്ലോസിൽ V1 ആണെങ്കിൽ നമ്മുടെ മെയിൻ ക്ലോസിലേക്ക് വരുമ്പോഴേക്കും വിൽ പ്ലസ് V1 വരണം. ഇഫ് ക്ലോസിൽ V2 ആണെങ്കിൽ എന്ത് വരണം, മെയിൻ ക്ലോസ് വരുമ്പോഴേക്കും അത് വുഡ് പ്ലസ് V1 വരണം. അതേപോലെ തന്നെ ഇവിടെ എന്താണ്, ഹാഡ് V3 ആണ്. ഇഫ് ക്ലോസിൽ ഹാഡ് V3 ആണ് വരേണ്ടെങ്കിൽ ഇവിടെ എന്ത് വരണം, വുഡ് ഹാവ് V3 ആണ് വരേണ്ടത്. ഓക്കെ, അപ്പൊ ഇവിടെ എന്താ, ഇവിടെ ഹാഡ് അല്ലേ വന്നിരിക്കുന്നത്, ഹാഡ് V3 ഫോമിലാണ് വന്നിരിക്കുന്നത്. സോ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് വുഡ് ഹാവ് വരണം അല്ലേ. അപ്പൊ എന്ത് വരണം, ഈ ഹാഡ് ആൻ ഓപ്പർച്യൂണിറ്റി, അവനൊരു ഓപ്പർച്യൂണിറ്റി കിട്ടിയിരുന്നെങ്കിൽ അവൻ എന്ത് ചെയ്തേനെ, ഹി വുഡ് ഹാവ് ഡയറക്റ്റഡ് എ ഫിലിം. ഇതാണ് ആൻസർ ആയിട്ട് വരേണ്ടത്. ഓപ്ഷൻ 3 ആണ്. 3 എന്ന് പറയുമ്പോൾ നേരെ നോക്കിക്കേ, ഏതാണ് ഇവിടെ വരേണ്ടത്, C ആണ് ആൻസർ ആയിട്ട് വരേണ്ടത്. അപ്പൊ ഇവിടുത്തെ ആൻസർ ഏതാണെന്ന് മനസ്സിലായല്ലോ. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. നോബഡി കോണ്ടാക്റ്റഡ് മീ ഡ്യൂറിങ് മൈ ഡിഫിക്കൽട്ട് ടൈംസ്. നോബഡി എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം അവിടെ എന്തുണ്ട്, ഒരു നെഗറ്റീവ് ഫോമാണ് അല്ലേ തന്നിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ നെഗറ്റീവ് ആണെങ്കിൽ നമ്മുടെ ടാഗ് എന്തായിരിക്കണം, ടാഗ് എപ്പോഴും പോസിറ്റീവ് ആയിരിക്കണം. അപ്പോൾ നോബഡി, അപ്പോൾ ഇവിടെ എന്താണ് വരേണ്ടത്, കോണ്ടാക്റ്റഡ് മീ എന്നാണ് വന്നിരിക്കുന്നത് അല്ലേ. അവിടെയാണ് ഇവിടെ പോസിറ്റീവ് ആയിരിക്കണം. കോണ്ടാക്റ്റഡ് എന്ന് പറയുമ്പോൾ എന്താണ്, ഡിഡ് ഫോം ആണ് അല്ലേ. അപ്പോൾ എന്ത് വരണം, ഡിഡ്. ഇവിടെ എന്താണ്, ഡിഡ് ഹീ ആണോ, ഡിഡ് നോബഡി ആരും തന്നെ എന്നുള്ള മീനിങ് അല്ലേ. അപ്പോൾ അവിടെ എന്ത് വരണം, ഡിഡ് ദേ ഉണ്ടോ. നോബഡി കോണ്ടാക്റ്റഡ് മീ ഡ്യൂറിങ് മൈ ഡിഫിക്കൽട്ട് ടൈംസ്, ഡിഡ് ദേ. അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ ടാഗ് ആയിട്ട് വരേണ്ടത്. നെക്സ്റ്റ് നോക്കാം. ദ ഫിലിം ഷോ സ്റ്റാർട്ട് എവറി ഡേ അറ്റ് 8 PM ഷാർപ്പ്, ബട്ട് ടുഡേ ഇറ്റ് ഡിഡിൻറ്റ് ബിഗിൻ. എന്തായിരിക്കണം, എല്ലാ ദിവസവും 8 മണിക്ക് തുടങ്ങും, പക്ഷെ ഇന്ന് എന്താണ്, അത് എന്ത് ചെയ്തില്ല, തുടങ്ങിയില്ല എന്നുള്ള മീനിങ് അല്ലേ വേണ്ടത്. അപ്പോൾ അവിടെ എന്താണ് വരേണ്ടത്, ഡിഡിൻറ്റ് ബിഗിൻ ഓൺ ടൈം ആണ് വരേണ്ടത്. എന്താണ്, ഓൺ ടൈം, കൃത്യസമയം എന്നർത്ഥം. ഓൺ ടൈം, കറക്റ്റ് ടൈമിൽ എന്ത് ചെയ്തില്ല, അത് തുടങ്ങിയില്ല എന്നുള്ള മീനിങ് ആണ്. ദ ഫിലിം ഷോ സ്റ്റാർട്ട് എവറി ഡേ അറ്റ് 8 PM, ബട്ട് ടുഡേ ഇറ്റ് ഡിഡിൻറ്റ് ബിഗിൻ ഓൺ ടൈം. കറക്റ്റ് ടൈമിൽ, അത് കൃത്യസമയത്ത് ഇന്ന് തുടങ്ങിയില്ല എന്നുള്ളത്. മെനി എ മാൻ ഡാഷ് അർഗ്ഡ് മീ ടു ക്വിറ്റ് ഹിസ് ജോബ്. മെനി എ മാൻ എന്ന് പറയുമ്പോൾ അതെന്താണ്, ഇത് ശരിക്കും പറഞ്ഞാൽ ഈ മെനി എന്ന് പറയുന്നത് നിങ്ങളൊന്ന് പഠിച്ചു വെക്കണം. അതൊരു നമ്മളൊരു ടിപ്പായിട്ട് പഠിച്ചു വെച്ചാൽ മതി കേട്ടോ. ഈ മെനി എ കഴിഞ്ഞു കഴിഞ്ഞാൽ എന്ത് വേണം, അതിന് ശേഷം ഒരു സിംഗുലർ നൗണ് സിംഗുലർ ആണ് എങ്കിൽ എന്തായിരിക്കണം, ഈ പറയുന്ന നമ്മുടെ ഇവിടുത്തെ തരേണ്ടത് എന്താണ്, ഇവിടുത്തെ വെർബും എന്തായിരിക്കണം, സിംഗുലർ വെർബ് ആയിരിക്കണം. അപ്പൊ മെനിയെ ഫോളോഡ് ബൈ എന്താണ്, സിംഗുലർ വെർബ്. സിംഗുലർ നൗൺ ആണ് എങ്കിൽ എന്തായിരിക്കണം, വെർബും എന്തായിരിക്കണം, സിംഗുലർ ആയിരിക്കണം, സിംഗുലർ വെർബ് ആയിരിക്കണം. ഓക്കെ, പക്ഷെ ഇതിന്റെ ടോട്ടൽ അതിന്റെ മീനിങ് വരുമ്പോഴേക്കും അത് എന്തായിരിക്കും, ആ മീനിങ് എന്ന് പറയുന്ന പ്ലൂറൽ സെൻസിലായിരിക്കും വരേണ്ടത് ഉണ്ടോ. അപ്പൊ മെനി എ മാൻ ഇവിടെ എന്താണ് സിംഗുലർ ആയിട്ട് വരുമ്പോൾ അല്ലെ, ഹാസ് വരണം.
കഴിഞ്ഞു പോയ കാര്യമല്ലേ പറയുന്നത്. അപ്പോൾ ഇവിടെ എന്ത് വേണം? ഹാസ് വേണം. മെനി എ മാൻ ഹാസ് urged me to quit this job. ഓക്കെ, ഇതൊന്നും ഓർത്തിരിക്കുക. മെനിയെ കഴിഞ്ഞു കഴിഞ്ഞാൽ സിംഗുലർ നൗൺ ആണെങ്കിൽ എന്ത് വേണം? സിംഗുലർ വെർബ് വേണം. ഇപ്പൊ നമുക്ക് മറ്റൊരു ഇതാണ് മെനിയാണ്. മെനി എ പാസഞ്ചേഴ്സ്, മെനി എ പാസഞ്ചർ. അപ്പൊ എന്താണ് വന്നിരിക്കുന്നത്? മെനിയെ കഴിഞ്ഞിട്ട് സിംഗുലർ നൗൺ വന്നു. എന്ത് വേണം? മെനി എ പാസഞ്ചർ ഹാസ് ലോസ്റ്റ് ഹിസ് ലഗേജ്. ലഗേജിന്റെ സ്പെല്ലിംഗ് കൂടി നോക്കി വെക്കണേ. LUGGAGE, ലഗേജ്. എന്താ പറഞ്ഞിരിക്കുന്നത്? മെനി എ പാസഞ്ചർ ഹാസ് ലോസ്റ്റ് ഹിസ് ലഗേജ്. ഒത്തിരി ആൾക്കാർ എന്ത് ചെയ്യുന്നുണ്ട്? അവരുടെ ലഗേജ് നഷ്ടപ്പെടുത്തുന്നുണ്ടെന്നുള്ള. അപ്പൊ ഇവിടെയും എന്താണ്? മെനിയെ കഴിഞ്ഞിട്ട് എന്ത് വന്നിട്ടുണ്ട്? ഇവിടെ സിംഗുലർ നൗൺ ആണ്. സോ നമുക്കിവിടെ വേണ്ടത് സിംഗുലർ വെർബ് ആയിരിക്കണം. ഫൈൻഡ് ഔട്ട് ദ സെന്റൻസ് ഓർ സെന്റൻസസ് ദാറ്റ് ഈസ് ആർ ഗ്രാമാറ്റിക്കലി കറക്റ്റ്. കറക്റ്റ് ആയതിനെയാണ് നമുക്ക് വേണ്ടത്. ഗ്രാമാറ്റിക്കലി കറക്റ്റ് ആയത് വേണം. അപ്പൊ ഇവിടെ ഏതാണ്? വൺ ഓഫ് മൈ റിലേറ്റീവ് ഹാവ് ഗോൺ അബ്രോഡ്. ഹാവ് അല്ല വേണ്ടത്. വൺ ഓഫ് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഇത് സെയിം തന്നെ നമ്മൾ റൂള് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? പ്ലൂറൽ നൗൺ ആണെങ്കിൽ സിംഗുലർ വെർബ് ആയിരിക്കണം. അപ്പോൾ ഇവിടെ ഹാവ് അല്ല വേണ്ടത്, ഹാസ് ആണ്. ഹാസ് ഗോൺ അബ്രോഡ് എന്നാണ് വേണ്ടത്. യു ആർ സ്ട്രിക്ട്ലി ഇൻസ്ട്രക്റ്റഡ് ടു റൈറ്റ് ദ ആൻസേഴ്സ് ഇൻ ഇങ്ക്. കണ്ടോ, ഇത് കറക്റ്റ് ആണ്. യു ആർ സ്ട്രിക്ട്ലി ഇൻസ്ട്രക്റ്റഡ് ടു റൈറ്റ് ദ ആൻസേഴ്സ് ഇൻ ഇങ്ക്. ഹി ഹാങ്ഡ് ദ പിക്ചർ ഓൺ ദ വാൾ. ഹാങ്ഡ് എന്നല്ല അത് വേണ്ടത്. എന്താണ്? ഹാങ്. ഈ ഹാങ്കഡ് എന്ന് പറഞ്ഞാൽ തൂങ്ങിയേ, ഇതെന്താണ്? തൂക്കുക എന്നുള്ള മീനിങ് അല്ലേ? തൂക്കി, അതായത് വാളിൽ തൂക്കുക എന്നുള്ള മീനിങ് ആണ്. ഹി ഹാങ് ദ പിക്ചർ ഓൺ ദ വാൾ എന്നാണ് വേണ്ടത്. നെക്സ്റ്റ് എന്താണ്? വൺ ഷുഡ് റെസ്പെക്ട് ഹിസ് പാരൻസ് ആൻഡ് എൽഡേഴ്സ് എന്നല്ല. വൺ ഷുഡ് റെസ്പെക്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ എന്ത് വേണം? വൺസ്, സ്വന്തം അല്ലെ? വൺ ഷുഡ് റെസ്പെക്ട് വൺസ് പാരൻസ് ആൻഡ് എൽഡേഴ്സ് ആണ് വേണ്ടത്. ഇതാണ് അതിന്റെ കറക്റ്റ് ഫോം എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ കറക്റ്റായ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ, ഓൺലി 2 ആണ് ആൻസർ ആയിട്ട് വരേണ്ടത്. യു ആർ സ്ട്രിക്ട്ലി ഇൻസ്ട്രക്റ്റഡ്. അപ്പൊ ഇവിടെ എന്താണ്? വൺ ഓഫ് കഴിഞ്ഞു കഴിഞ്ഞാൽ പ്ലൂറൽ നൗൺ ആണെങ്കിൽ സിംഗുലർ വെർബ് ആയിരിക്കണം വരേണ്ടത്. അതാണ് വ്യത്യാസം എന്ന് പറയുന്നത്. നെക്സ്റ്റ് നോക്കാം. സമ്മർ ഈസ് എ സീസൺ അല്ലെ? റിലേറ്റീവ് പ്രൊനൗൺ ആണ് പറഞ്ഞിരിക്കുന്നത്. എന്താണ്? സമ്മർ ഈസ് എ സീസൺ. എങ്ങനെ വേണം? ഡാഷ് ഓൾ ക്രിയേച്ചേഴ്സ് ഓൺ എർത്ത് അപ്പിയർ അറ്റ് ദെയർ വേഴ്സ്റ്റ് അല്ലെ? ഏറ്റവും മോശമായ അവസ്ഥയിലാണെന്നാ പറയുന്നത്. അപ്പൊ അത് എന്താണ് വേണ്ടത്? അത് വെൻ ആണ് അല്ലെ? വെൻ ആണ് കേട്ടോ വരേണ്ടത്. വെൻ. സമ്മർ ഈസ് എ സീസൺ വെൻ ഓൾ ക്രിയേച്ചേഴ്സ് ഓൺ ദ എർത്ത് അപ്പിയർ അറ്റ് ദെയർ വേഴ്സ്റ്റ് എന്നാണ് വരേണ്ടത്. നെക്സ്റ്റ് നോക്കാം. ഇത് മറ്റേ സബോർഡിനേറ്റ് കൺജക്ഷൻ ആണ് കേട്ടോ വരേണ്ടത്. എന്തൊക്കെയാണ്? വെൻ ഉണ്ട്, ആഫ്റ്റർ, ത്രൂ, ബിഫോർ, ഈവൻ ദോ, വെദർ, ഹൂ, വിച്ച്, വൈൽ, അങ്ങനെയൊക്കെ വരത്തില്ലേ? അപ്പൊ ആ ഒരു മീനിങ്ങിന് അവിടെ വരേണ്ടത്. അപ്പൊ സമ്മർ ഈസ് എ സീസൺ വെൻ ഓൾ ക്രിയേച്ചേഴ്സ് ഓൺ എർത്ത് അപ്പിയർ അറ്റ് ദെയർ വേഴ്സ്റ്റ്. സ്റ്റീഫൻ ഹോക്കിംഗ് വാസ് മെയ്ഡ് ഇൻന്യൂമറബിൾ സ്റ്റഡീസ് റിഗാർഡിങ്. എന്തിനെ പറ്റിയാണ്? റിഗാർഡിങ്. എന്തിനെയാണ് പഠിച്ചത് സ്റ്റീഫൻ ഹോക്കിംഗ്? ദ യൂണിവേഴ്സ് അല്ലെ? ദ യൂണിവേഴ്സ്, ദ സൺ, ദ മൂൺ ഒക്കെ നമ്മൾ പറഞ്ഞിരുന്നു. ദ സൺ ആണ്, ദ മൂൺ ആണ്, ദ സ്കൈ ആണ് അല്ലെ? ദ വേൾഡ്, അങ്ങനെയൊക്കെയാ പറയേണ്ടത്. അപ്പൊ എന്താണ്? സ്റ്റീഫൻ ഹോക്കിംഗ് ഹാസ് മെയ്ഡ് ഇൻന്യൂമറബിൾ സ്റ്റഡീസ് റിഗാർഡിങ് എന്തിനെ പറ്റി? ദ യൂണിവേഴ്സ്, നമ്മുടെ യൂണിവേഴ്സിനെ പറ്റിയാണ്. അപ്പോൾ ഇവിടുത്തെ ആർട്ടിക്കിൾ എന്ന് പറയുന്നത് ദയാണ് വരേണ്ടത്. ദ ഫോളോയിങ് സെന്റൻസ് ഈസ് എ ഡാഷ് സെന്റൻസ്. എന്ത് സെന്റൻസ് ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓയിങ് ടു ലേസിനെസ് ഹി കുഡിന്റ് അക്കംപ്ലിഷ് ഹിസ് ഡ്രീംസ്. എന്താണ് ഇവിടെ? ശരിക്കും ഇതൊരു സിമ്പിൾ സെന്റൻസ് ആണ്. ഓക്കെ, സിമ്പിൾ സെന്റൻസ് ആയിട്ടാണ് പറയുന്നത്. അതായത് അവിടെ വേറെ എന്താണ്? ഒരു ഇൻഡിപെൻഡന്റ് ക്ലോസും ഉണ്ടാകണം. അതേപോലെ തന്നെ എന്താണ്? ആ ഒരൊറ്റ മീനിങ് അല്ലേ പറയുന്നത്. അവന്റെ മടി കാരണം എന്താണ്? അവൻ ഒരിക്കലും എന്താണ്? അവന്റെ ഡ്രീംസ് അക്കംപ്ലിഷ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല എന്നുള്ളത്. പിന്നെ കോംപ്ലക്സ് സെന്റൻസ് വരുമ്പോഴേക്കും നമുക്കറിയാം എന്തൊക്കെയാണ് അതിൽ എന്തൊക്കെ ഉണ്ടാവും. കോംപ്ലക്സ് ആണെങ്കിൽ ആസ്, അതേപോലെ ആസ് ഇഫ്, അതേപോലെ ഈവൻ ഇഫ്, പിന്നെ ഇഫ്, ഇതൊക്കെ ആണെങ്കിൽ എന്തായിരിക്കും? കോംപ്ലക്സ് സെന്റൻസ് ആയിരിക്കും. ഇനി കോമ്പൗണ്ട് ആണെങ്കിൽ അതിൻ്റെ അകത്ത് എന്തൊക്കെയായിരിക്കും? നമുക്കറിയാം എയ്തർ ഓർ, നമ്മുടെ ആൻഡ് വരാം, അതേപോലെ ബട്ട് വരാം, പിന്നെ എന്തൊക്കെ വരാം? ഫോർ വരാം, എയ്തർ വരാം, എയ്തർ ഓർ, പിന്നെന്താണ്? നെയ്തർ നോർ, നോട്ട് ഓൺലി ബട്ട് ഓൾസോ, നോട്ട് ഓൺലി ബട്ട് ഓൾസോ. ഇതൊക്കെ വരുമ്പോഴാണ് നമ്മൾ എന്ത് പറയുന്നത്? അതിനെ കോമ്പൗണ്ട് സെന്റൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതൊന്നും ഓർത്തിരിക്കുക. ഇത് സിമ്പിൾ സെന്റൻസ് ആണ്. കോമ്പൗണ്ട് സെന്റൻസ് ആണെങ്കിൽ ഈ പറയുന്നതൊക്കെ ഉണ്ടാകും. കോംപ്ലക്സ് ആണെങ്കിൽ ആസ്, ആസിഫ്, ഈവൻ ഇഫ്, അതേപോലെ ബിക്കോസ്, അൺലെസ്, ഇതൊക്കെ ഉണ്ടാകും കേട്ടോ. ബിക്കോസ്, അതേപോലെ അൺലെസ്, ഇതൊക്കെയുള്ള സെന്റൻസ് ആണെങ്കിൽ എന്തായിരിക്കും? അത് ഒരു കോംപ്ലക്സ് സെന്റൻസ് ആയിരിക്കും. ഒന്നും കൂടി ഓർത്തിരിക്കുക. ഓക്കെ, നെക്സ്റ്റ് നോക്കാം.
രമേഷ് ഈസ് ഗുഡ് അറ്റ് ഇംഗ്ലീഷ് ആൻഡ് ഹി പ്രിഫേഴ്സ് റീഡിങ് നമ്മൾക്കറിയാം നമ്മൾ പറയുന്നുണ്ട് പ്രിഫർ ടു ആണെന്ന് നമ്മൾ പഠിക്കുന്നുണ്ട് അല്ലെ. പ്രിഫർ ടു, ഐ പ്രിഫർ കോഫി ടു ടീ, നമ്മൾ ഏറ്റവും വലിയ എക്സാമ്പിൾ ആയിട്ട് പഠിക്കുന്നത് അങ്ങനെ തന്നെയാണ്. പ്രിഫർ കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ടു ആണ് വരേണ്ടത്. അപ്പൊ ഇവിടെ നോക്കിക്കേ പ്രിഫർ ഉണ്ട്, ടു ഉണ്ട്. അപ്പൊ ഇവിടെ നോക്കിക്കേ ഇവിടെ തന്നിരിക്കുന്നത് എന്താണ്, റീഡിങ്. പ്രിഫർ കഴിഞ്ഞിട്ട് ING ഫോം ആണ് എങ്കിൽ എന്ത് വേണം, ടു കഴിഞ്ഞിട്ടും വേണം ING ഫോം. സോ ഇവിടെ നോക്കിക്കേ വേറെ ഒന്നുമില്ല, അതെന്ത് വേണം, ബി ഒന്നും വേണ്ട, ജസ്റ്റ് ING ഫോം മതി. അപ്പൊ എന്താണ്, രമേഷ് ഈസ് ഗുഡ് അറ്റ് ഇംഗ്ലീഷ്, എന്താണ്, ഹി പ്രിഫേഴ്സ് റീഡിങ് ടു റൈറ്റിംഗ് എന്നാണ് വേണ്ടത്. റീഡിങ് ടു റൈറ്റിംഗ് ആണ് വേണ്ടത്. ഓക്കെ. ചേഞ്ച് ദ വോയിസ്, someone has changed my attitude. someone has changed my attitude. ഇത് മാറ്റാനാണ് അല്ലേ പറഞ്ഞിരിക്കുന്നത്, വോയിസ് ചേഞ്ച് ചെയ്യാനാണ്. ആക്റ്റീവ് വോയിസും പാസീവ് വോയിസിലാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇവിടെ ആൻസർ എങ്ങനെയാണ് വരേണ്ടത്, ഇവിടെ തന്നിരിക്കുന്നത് പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിലാണ് അല്ലെ. someone has changed my attitude. അപ്പൊ അതിനെ പാസീവ് വോയിസിലോട്ട് മാറ്റുമ്പോൾ എന്തൊക്കെയാണ് വേണ്ടത്, ഫസ്റ്റ് വൺ സബ്ജക്റ്റ് വേണം അല്ലെ. പിന്നെ എന്താണ്, ഹാസ് അല്ലെങ്കിൽ എന്ത് വേണം, ഹാവ് വേണം. ഹാസ് അല്ലെങ്കിൽ ഹാവ് വേണം. ഇവിടെ ഹാസ് ആണ് പറഞ്ഞിരിക്കുന്നത്, സോ അത് തന്നെ ആയിരിക്കണം വരേണ്ടത്. പിന്നെ എന്ത് വേണം, ബീൻ വേണം. പിന്നെ എന്താണ്, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഓഫ് അതായത് V3 ഫോം വേണം. അപ്പൊ ഇവിടെ നോക്കിക്കേ, സബ്ജക്റ്റ് എന്ന് പറയുന്നത് ഇവിടുത്തെ മൈ ആറ്റിറ്റ്യൂഡ് ആണ്. അപ്പൊ മൈ ആറ്റിറ്റ്യൂഡ്, അപ്പൊ എല്ലാത്തിലും അത് തന്നെയാണ്. പിന്നെ വേണ്ടത് ഹാസ് അല്ലെങ്കിൽ ഹാവ് ആണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഇതെല്ലാം അങ്ങ് വെട്ടിക്കോ. ബാക്കി എന്താണ് ഇവിടെ ആൻസർ, മൈ ആറ്റിറ്റ്യൂഡ് ഹാസ് ബീൻ, കണ്ട അത് കഴിഞ്ഞ് ബീൻ ഉണ്ട്, ചേഞ്ച്ഡ് ബൈ സംവൺ. ഓക്കെ, V3 ഫോം ആണ് വന്നിരിക്കുന്നത്. ഇവിടെ ബീൻ ഉണ്ട്, മൈ ആറ്റിറ്റ്യൂഡ്, ഇവിടുത്തെ എന്താണ് ഫസ്റ്റ് വൺ സബ്ജക്റ്റ് വന്നിട്ടുണ്ട്. പിന്നെ ഹാസ് അല്ലെങ്കിൽ ഹാവ് ആയിരിക്കണം വരേണ്ടത്. അപ്പോൾ ഇവിടെ ഹാസ് വന്നിട്ടുണ്ട്, ഹാസ് ബീൻ ചേഞ്ച്ഡ് ബൈ someone എന്നാണ്. അപ്പൊ മൈ ആറ്റിറ്റ്യൂഡ് ഹാസ് ബീൻ ചേഞ്ച്ഡ് ബൈ someone ഹാസ് ചേഞ്ച്ഡ് മൈ ആറ്റിറ്റ്യൂഡ്. അതിനെ നമ്മൾ പാസീവ് വോയിസിലേക്ക് മാറ്റുമ്പോഴുള്ള റൂളാണ് ഈ പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ഹാസ് അല്ലെങ്കിൽ ഹാവ് ആയിരിക്കണം. ഇവിടെ അതുള്ളത് ഒറ്റെണ്ണം മാത്രമേ ഉള്ളൂ. ഹാവ് ഉള്ളത് വന്നിരുന്നെങ്കിൽ നമുക്ക് കൺഫ്യൂഷൻ, പക്ഷെ ഇവിടെ എന്താണ്, ഹാസ് ഉള്ള ഒറ്റെണ്ണം മാത്രമേ ഉള്ളൂ. ഇത് സോ നമുക്ക് എന്ത് ചെയ്യാം, ഡയറക്റ്റ് നമുക്ക് ആൻസറിലേക്ക് എത്താനായിട്ട് പറ്റും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ, എന്താ പറഞ്ഞിരിക്കുന്നത്, ഫൈൻഡ് ഔട്ട് ദ വേർഡ് ഓർ വേർഡ്സ് ദാറ്റ് ഹാസ് ഓർ ഹാവ് ദ റൈറ്റ് സ്പെല്ലിംഗ്. ഏതിനൊക്കെയാണ് കറക്റ്റ് സ്പെല്ലിംഗ് ഉള്ളതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഫസ്റ്റ് വൺ എന്ന് പറയുമ്പോൾ എന്താണ്, ഡെബ്യൂ എന്ന് പറഞ്ഞാൽ അരങ്ങേറ്റം, ആ ഒരു മീനിങ് ആണ് ഇതിന്. ഡെബ്യൂ, അരങ്ങേറ്റം, അത് കറക്റ്റ് ആണ്, അരങ്ങേറ്റം. ഓക്കെ, ഇത് കറക്റ്റായ സ്പെല്ലിംഗ് ആണ്, DEBUT ആണ്. പിന്നെയുള്ളത് ഏതാണ്, കോണസേർ എന്ന് പറയുന്നത് എന്താണ്, ഉപജ്ഞാതാവ്, ഇതും കറക്റ്റ് ആണ്. നമുക്ക് തെറ്റ് വന്നിരിക്കുന്നത് ഏതൊക്കെയാണ്, 3ഉം 2ഉം ആണ് തെറ്റ്. നമുക്കിവിടെ ശരിയല്ലേ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഏതാണ്, 1ഉം 4ഉം, ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്. ഇനി അപ്പൊ എന്ത് ചെയ്യണം, നമ്മൾ ഇതിന്റെ കറക്റ്റ് ആൻസർ പഠിക്കണം. എന്താണ്, കോൺഷ്യൻസസ് എന്ന് പറഞ്ഞാൽ എന്താണ്, കോൺ എഴുതുക. പിന്നെ എന്താണ്, നമ്മൾ സയൻസ് എഴുതൂലേ, SCIEN വരെ മതി. പിന്നെ എന്ത് വേണം, TIOUS ആണ് കോൺഷ്യൻസസിന്റെ സ്പെല്ലിംഗ് കേട്ടാ. ഇവിടെ T ആണെന്നുള്ള ഓർത്തിരിക്കുക, TIOUS ആണ്. ഇതാണ് ഇവിടുത്തെ തെറ്റെന്ന് പറയുന്നത്. അപ്പൊ കോൺ എഴുതുക, സയൻസിന്റെ SCIEN വരെ മതി, ബാക്കിയുള്ളത് വേണ്ട. പിന്നെ എന്ത് വേണം, TIOUS ആണ്. ഇനി അടുത്ത എന്റർപ്രണർ, അതെന്താണ് തെറ്റ് വരേണ്ടത്, അവിടെയും ഇതേപോലെ തന്നെ ENT, എൻഡ്, പിന്നെ എന്ത് വേണം, റെപ്പ് വരെ ശരിയാണ്. പിന്നെ എന്താണ് നമുക്ക് വരേണ്ടത്, എൻഡ് റെപ്പ് റെന്ന്, അങ്ങനെ ഓർത്തിരിക്കുക, എൻഡ് റെപ്പ് റെന്നാണ്. പിന്നെ വരേണ്ടത് EUR ആണ്. അതായത് ഇവിടെ എന്ത് വേണം, ഒരു ഇയും കൂടി വേണമായിരുന്നു. എൻഡ് റെപ്പ് റെന്ന് EUR ആണ്. ഇതാണ് സ്പെല്ലിംഗ് എന്ന് പറയുന്നത് എന്റർപ്രണറിന്റെ. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ദ ഇഡിയം ഹാവ് ആൻ ആക്സ് ടു ഗ്രൈൻഡ്? എന്താണ് ഹാവ് ആൻ ആക്സ് ടു ഗ്രൈൻഡ് എന്ന് പറയുന്നത്? നമ്മളിത് കുറെ തവണ പറഞ്ഞിട്ടുണ്ട് അല്ലെ. എന്താണ്, ടു ഹാവ് എ സ്ട്രോങ് ഒപ്പീനിയൻ അബൌട്ട് സംതിങ്. എന്തിനെങ്കിലും നമുക്ക് എന്താണ് സ്ട്രോങ് ഒപ്പീനിയൻ ഉള്ളതിനെയാണ് നമ്മൾ പറയുന്നത് എന്താണ്, ഹാവ് ആൻ ആക്സ് ടു ഗ്രൈൻഡ് അല്ലെ. അത് ഗ്രൈൻഡ് ചെയ്യാനുള്ള കോടാലിയൊക്കെ എന്തെങ്കിലും ഉണ്ട്, കാര്യം അത്രയ്ക്ക് നല്ല സ്ട്രോങ് പോയിന്റ് എന്റെ കയ്യിലുണ്ട് എന്നുള്ള മീനിങ്ങിലാണ് കേട്ടോ. നെക്സ്റ്റ് നോക്കാം. ഫൈൻഡ് ഔട്ട് ദ സിനോണിം ഓഫ് ദ വേർഡ് ഒസ്റ്റെൻസിബിളി. എന്ന് പറഞ്ഞാൽ എന്താണ്, അപ്പാരന്റ്ലി ആണ്, അതായത് പ്രത്യക്ഷത്തിൽ എന്നുള്ള മീനിങ് ആണ്. പ്രത്യക്ഷത്തിൽ, അതാണ് ഓസ്റ്റെൻസിബിലിയുടെ മീനിങ് എന്ന് പറയുന്നത്, പ്രത്യക്ഷത്തിൽ. അപ്പൊ ഓസ്റ്റെൻസിബിലി എന്താണ്, അപ്പാരന്റ്ലി, പ്രത്യക്ഷത്തിലാണ്. ഹെൽത്ത്, സ്വന്തം ആരോഗ്യത്തിൽ എന്താണ് വളരെ അധികം ആങ്ഷ്യസ് ആയിട്ടുള്ളവരെ പറയുന്ന പേരാണ് വാലറ്റ്യൂഡിനേറിയൻ എന്നുള്ളത്. പഠിച്ചു വെക്കണം കേട്ടോ, പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് എന്തായാലും നിങ്ങൾ പഠിച്ചേ വെച്ചിട്ടേ പറ്റുള്ളൂ. വാലറ്റ്യൂഡിനേറിയൻ എന്താണ്, ഹു ഈസ് ടു ആങ്ഷ്യസ് അബൌട്ട് ഹിസ് ഓൺ ഹെൽത്ത്, സ്വന്തം ആരോഗ്യത്തിൽ കൂടുതലായിട്ട് ആങ്ഷ്യസ് ആയിട്ടുള്ളവരെയാണ്.
വിച്ച് വേർഡ് ഓർ വേർഡ്സ് ക്യാൻ ബി യൂസ്ഡ് ആസ് എ ആന്റോണിം ഓഫ് ദ എക്സ്ട്രാവാഗന്റ്. എക്സ്ട്രാവാഗന്റിന്റെ ആന്റോണിം ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, എക്സ്ട്രാവാഗന്റ് എന്ന് പറയുമ്പോൾ എന്താണ്? അതിരുകടന്ന, ആ ഒരു മീനിങ് ആണ്. അതിരുകടന്ന എന്നുള്ള മീനിങ് ആണ്. ഓക്കെ, ഒത്തിരി പാഴാക്കി കളയുന്ന, അതിരുകടന്ന ആ ഒരു സംഭവമാണ്. അപ്പൊ ഇവിടെ ഏതായിരിക്കും വേണ്ടത്? ജനറസ്. ജനറസ് എന്ന് പറയുമ്പോഴും എന്താണ്? ഈ പറയുന്ന സെയിം തന്നെയാണ്. പാഴാക്കി കളയുക. ജനറസ് ഭയങ്കര ധാരാളിത്തം അല്ലെ, അതിരുകടന്ന് ചെലവാക്കുന്നവൻ, ധാരാളിത്തമുള്ള മീനിങ് ആണ്. പിന്നെ വരേണ്ടത് ഏതാണ്? ഇതേപോലെ തന്നെ സ്കാൻഡറും, അതും എന്താണ്? പാഴ്ചിലവ്, ആ ഒരു മീനിങ് ആണ്. അപ്പൊ ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് ഫ്രൂഗലും തെഫ്റ്റിയുമാണ് കേട്ടോ. ഇത് രണ്ടിന്റെയും മീനിങ് എന്താണ്? മിതവ്യയം അല്ലെ, മിതവ്യയം, അതാണ് രണ്ടിന്റെയും മീനിങ്. അപ്പൊ നമുക്ക് ചോദിച്ചിരിക്കുന്നത് ഓപ്പോസിറ്റ് ആയതുകൊണ്ട് തന്നെ എക്സ്ട്രാവാഗന്റിന്റെ ഓപ്പോസിറ്റ്, ഇത് രണ്ടും അതിന്റെ സിനോണിംസ് ആയിട്ട് വരാം. അപ്പൊ എക്സ്ട്രാവാഗന്റിന്റെ ഓപ്പോസിറ്റ് എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? 1ഉം 3ഉമാണ്. ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരേണ്ടത്. ഡാഷ് പണിഷ്മെന്റ് ഈസ് ബാൻഡ് ഇൻ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. എന്ത് പണിഷ്മെന്റ് ആയിരിക്കും എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷനിൽ ബാൻ ചെയ്തിരിക്കുന്നത്? ഓക്കെ, അത് ഏതായിരിക്കും? അത് കോർപ്പറൽ ആണ്. കോർപ്പറൽ എന്ന് പറഞ്ഞാൽ എന്താണ്? പണിഷ്മെന്റ് തന്നെയാണ്. കോർപ്പറൽ പണിഷ്മെന്റ് എന്ന് പറഞ്ഞാൽ ശാരീരികമായിട്ട് നമ്മൾ, ശാരീരികമായി, അതിനെയാണ് മീനിങ്. ഫിസിക്കൽ പണിഷ്മെന്റ്, അതിനെയാണ് കോർപ്പറൽ പണിഷ്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ ഒരിക്കലും എന്താണ്? അത് സ്കൂളുകളിലൊക്കെ ബാൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതേപോലെ തന്നെ എന്താണ്? കോർപ്പറേറ്റ്. കോർപ്പറേറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്? സംഘടിതമായി, സംഘടിതമായിട്ട് എന്നുള്ള മീനിങ് ആണ്. അടുത്തത് കൺജീനിയൽ എന്ന് പറയുമ്പോൾ എന്താണ്? കൺജീനിയൽ എന്ന് പറയുന്നത് ഫ്രണ്ട്ലി ആണ്. ഫ്രണ്ട്ലി. ഫ്രണ്ട്ലി പണിഷ്മെന്റ് എന്ന് ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല? ബാൻ ചെയ്യുന്നില്ല. അപ്പൊ എന്താണ്? ശാരീരികമായിട്ട് പണിഷ് ചെയ്യുന്നതിനാണ് എന്ത് ചെയ്തിരിക്കുന്നത്? സ്കൂളുകളിലൊക്കെ ബാൻ ചെയ്തിരിക്കുന്നത്. മീനിങ് ഓഫ് ദ ഫ്രേസ് സിനെ ഡിയെ. സിനെ ഡിയെ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻഡെഫിനിറ്റ്ലി. ഇൻഡെഫിനിറ്റ്ലി എന്താണ്? ഇൻഡെഫിനിറ്റ്ലി. സിനെ ഡിയെ എന്ന് പറയുമ്പോൾ എന്താണ്? ഇൻഡെഫിനിറ്റ്ലി ആണ്. ഫൈൻഡ് ഔട്ട് ദ പ്ലൂറൽ ഓർ പ്ലൂറൽ ഓഫ് അക്വേറിയം. കഴിഞ്ഞ ദിവസം നമ്മുടെ കാക്ടസ് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? അത് ക്യാൻസൽ ചെയ്തിട്ടുണ്ടായിരുന്നു. കാര്യം അതിന് 2 ആൻസർ വന്നിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ അക്വേറിയത്തിനൊക്കെ 2 പ്ലൂറൽ ഫോം വരുന്നുണ്ട്. ഏതൊക്കെയാണ് അക്വേറിയത്തിന്റെ പ്ലൂറൽ ഫോം എന്ന് പറയുന്നത്? ഒന്ന് വരേണ്ടത് അക്വാറിയ ആണ് അല്ലെ. അക്വാറിയം ഉണ്ട്, അക്വാറിയംസും ഉണ്ട്. ഓക്കെ, അപ്പൊ ഇവിടെ ഏതൊക്കെയാണ്? 2ഉം അതേപോലെ തന്നെ വരേണ്ടത് 4ഉമാണ്. 2ഉം 4ഉമാണ്. അക്വേറിയം, അക്വേറിയംസുമാണ് വരേണ്ടത്. ഓക്കെ, അപ്പൊ ഇവിടെ ഏതാണ്? 2, അതേപോലെ തന്നെ 4. ഇത് രണ്ടുമാണ് നമുക്ക് ഇതിന്റെ പ്ലൂറൽ ഫോം ആയിട്ട് വരേണ്ടത്. അക്വേറിയ, അക്വേറിയംസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. ഐ ക്യാൻ ഓൾവേസ് ഡാഷ് മൈ ഫ്രണ്ട്സ് ഇൻ എ ക്രൈസിസ്. ഐ ക്യാൻ എന്താണ് വരേണ്ടത്? ഐ ക്യാൻ കൗണ്ട് ഡൗൺ ആണ് കേട്ടോ. കൗണ്ട് ഡൗൺ ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്? വിശ്വസിക്കുക എന്നുള്ള മീനിങ് ആണ്. വിശ്വസിക്കുക. ഐ ക്യാൻ ഓൾവേസ് കൗണ്ട് ഡൗൺ മൈ ഫ്രണ്ട്സ് ഇൻ എ ക്രൈസിസ്. അതായത് വിശ്വസിക്കുക, ആ ഒരു മീനിങ് ആണ്. വിശ്വസിക്കുക, ആശ്രയിക്കുക. ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്? അവരെ ആശ്രയിക്കുന്നു. എൻ്റെ ക്രൈസിസ് സമയത്ത് ഞാൻ അവരെ വിശ്വസിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഞാൻ അവരെ ആശ്രയിക്കുന്നുണ്ട്. ആ ഒരു മീനിങ്ങിലാണ് വരേണ്ടത്. ഐ ക്യാൻ ഓൾവേസ് കൗണ്ട് ഡൗൺ. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. ദ വേർഡ് ഗ്രീൻ ഹൗസ് ഈസ് എ. ഗ്രീൻ ഹൗസ് എന്ന് പറയുമ്പോൾ എന്താണ്? അതൊരു കോമ്പൗണ്ട് വേർഡ് ആണ്. കോമ്പൗണ്ട് വേർഡ് എന്ന് പറയുമ്പോൾ എന്താണ്? അതിനെ എന്താണ്? 2 സെപ്പറേറ്റ് ആക്കിയാലും അതിന് എന്ത് കിട്ടണം? 2ഉം വ്യക്തമായ മീനിങ്. ഗ്രീൻ എന്ന് പറയുന്നത് എന്താണ്? വ്യക്തമായ ഒരു മീനിങ് ഉള്ളതാണ്. ഹൗസ് എന്ന് പറയുന്നതും എന്താണ്? വ്യക്തമായ ഒരു മീനിങ് ആണ്. ഇപ്പൊ നോട്ട്ബുക്ക്, ബുക്ക് സ്റ്റോർ, കീബോർഡ് അല്ലെ. കീ എന്ന് പറഞ്ഞാലും ഒരു വ്യക്തമായ മീനിങ് ഉണ്ട്. ബോർഡ് എന്ന് പറഞ്ഞാലും എന്താണ്? ഒരു വ്യക്തമായ മീനിങ് ഉണ്ട്. ഓക്കെ, അങ്ങനെയുള്ള വാക്കുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കോമ്പൗണ്ട് വേർഡ് എന്ന് പറയുന്നത്. അപ്പൊ ഗ്രീൻ ഹൗസ് എന്ന് പറയുന്നത് ഇവിടെ എന്താണ്? ഒരു കോമ്പൗണ്ട് വേർഡ് ആണ്. നെക്സ്റ്റ് മലയാളമാണ്. താഴെ പറയുന്നവയിൽ ശരിയായ പദം ഏത്? ഏതാണ് ശരിയായ പദം? നമ്മൾ ഒത്തിരി തവണ അത് റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. യൗവനമാണ്. ഈ ഇവ വേണ്ടാന്ന് നമ്മൾ പറഞ്ഞു. ബാക്കിയെല്ലാം ഇത് തെറ്റാണെന്ന് നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം. ഇതാണോ എന്നുള്ളതായിരിക്കും ഡൗട്ട്. യൗവനത്തിന് എന്ത് മതി? ഒരു വാ മതി. ഓക്കെ, ഒരു ഇതുണ്ട, അല്ലാണ്ട് ഇവ എന്നുള്ള ആ ഒരു മീനിങ്ങിലേക്ക് വരണ്ട, സിമ്പിൾ ആയിട്ട് മതി. അപ്പൊ യൗവനം ഇതാണ് ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് നോക്കാം. താഴെ പറയുന്നതിൽ ശരിയായ വാക്യം ഏത്? ഓരോ വിദ്യാർത്ഥികളിലും അദ്ദേഹത്തിന്റെ ശ്രദ്ധ പതിയാറുണ്ട്. ഓരോ വിദ്യാർത്ഥിയിലും അദ്ദേഹത്തിന്റെ ശ്രദ്ധ പതിവുണ്ട്. ഈ വിദ്യാർത്ഥികൾ എന്ന് പറയുമ്പോൾ എന്താണ്? ഓരോന്ന് വരുമ്പോൾ തന്നെ അവിടെ പ്ലൂറൽ ഫോം അവിടെ പിന്നെ അവിടെ വേണ്ട. അപ്പൊ ഇത് തെറ്റാണ്. ഓരോ വിദ്യാർത്ഥിയിലും അദ്ദേഹത്തിന്റെ, ഇവിടം വരെ കുഴപ്പമില്ല. ശ്രദ്ധ പതിവുണ്ട്, നമുക്കത് വേണ്ട അല്ലെ. പതിയാറുണ്ടെന്ന് മതി. ഓരോ വിദ്യാർത്ഥിയിലും അദ്ദേഹത്തിന്റെ ശ്രദ്ധ പതിയാറുണ്ട്, ഇത് ശരിയാണ്. ഓരോ വിദ്യാർത്ഥികളിലും, കണ്ട ഇവിടെ നേരത്തെ ഈ കളിലും ആ ഒരു പ്ലൂറൽ ഫോമോടെ വേണ്ട, ഇതും തെറ്റാണ്. അപ്പോൾ ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് 3 മാത്രമാണ്. ഓരോ വിദ്യാർത്ഥിയിലും അദ്ദേഹത്തിന്റെ ശ്രദ്ധ പതിയാറുണ്ട്. ബീറ്റ് ദ അയൺ വെൻ ഇറ്റ് ഈസ് ഹോട്ട്. എന്താണ്?
കാറ്റുള്ളപ്പോൾ പാറ്റുക അല്ലെ. ഇത് ചൂടായിരിക്കുമ്പോഴായിരിക്കണം എന്ത്, ഇരുമ്പ് വല്ല ചൂടായിരിക്കുമ്പോൾ മാത്രമാണ് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അതിനെ അടിച്ചു പരത്താൻ പറ്റുള്ളൂ. അപ്പൊ എന്ത് ചെയ്യണം, കാറ്റുള്ളപ്പോൾ വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട് പാറ്റേണ്ടത്, എന്നാലേ അത് പോകുള്ളൂ എന്നുള്ളത്. അതേപോലെ തന്നെയാണ് ആസ് ദ കിങ് സോ ദ സബ്ജക്ട് എന്ന് ചോദിക്കാറുണ്ട്. ആസ് ദ കിങ് സോ ദ സബ്ജക്ട്. ആസ് ദ കിങ് എന്താണ്, രാജാവിനെ പോലെ ആവണം ആര്, സോ ദ സബ്ജക്ട്. അതായത് യഥാ രാജ തഥാ പ്രജ, ഇതാണ് അതിന്റെ മലയാളം വരുമ്പോൾ കേട്ടോ. യഥാ രാജ തഥാ പ്രജ, ആസ് ദ കിങ് സോ ദ സബ്ജക്ട് എന്ന് പറയുന്നത്. അപ്പിയറൻസ് ആർ ഓഫൺ ഡിസെപ്റ്റീവ് എന്ന് പറയുമ്പോൾ എന്താണ്, അപ്പിയറൻസ് ആർ ഓഫൺ ഡിസെപ്റ്റീവ്, അഴകുള്ള ചക്കയിൽ ചുളയില്ല കേട്ടോ. നെക്സ്റ്റ് നോക്കാം, അയക്കുന്ന വ്യക്തി എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്നത്. അയക്കുന്ന വ്യക്തി, അത് ഞാൻ പറഞ്ഞു എന്താണ്, അത് ഇക്ഷ വേണ്ട, വെറും ക്ഷാമതി അല്ലെ. അപ്പൊ എന്താണ്, പ്രേക്ഷിതാവാണ്. പ്രേക്ഷിതാവ് ആരാണ്, നമ്മൾ കാണുന്നത്, അത് നമ്മൾ പഠിച്ചിട്ടില്ലേ. പ്രേക്ഷകൻ ആരാണ്, പ്രേക്ഷകൻ എന്ന് പറയുന്നത് കാഴ്ചക്കാരനാണ്. പ്രേക്ഷണം ചെയ്യുക, പ്രേക്ഷകൻ കാഴ്ചക്കാരൻ, പ്രേക്ഷകനാണ് കാഴ്ചക്കാരൻ. അപ്പൊ ഇവിടെ എന്താണ്, പ്രേക്ഷിതാവാണ് അല്ല. പ്രേക്ഷിതാവ് എന്ന് പറയുമ്പോൾ എന്താണ്, അയക്കുന്ന ആളിനെയാണ് നമ്മൾ പറഞ്ഞ ആ ഒരു മീനിങ് ആണ്. എന്താണ്, അയക്കുന്ന വ്യക്തിയാണ് ആര്, പ്രേക്ഷിതാവൻ അല്ലെ. ഒരു ഷാ മാത്രം മതി ഇവിടെ, ഇതാണ് തെറ്റെന്ന് പറയുന്നത്. അതേപോലെ ഇവിടെ തായുമാണ്. പ്രേക്ഷിതാവ് എന്ന് പറയുന്നത് അയക്കുന്ന വ്യക്തിയാണ്. നെക്സ്റ്റ് നോക്കാം, ഇരുട്ട് എന്ന വാക്കിന്റെ പര്യായ പദം അല്ലാത്തത്. ഇരുട്ട്, തമസ് എന്ന് പറഞ്ഞാൽ ഇരുട്ടാണ്, അന്ധകാരവും ഇരുട്ടാണ്. കോമൺലി എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യങ്ങളായിരിക്കും ഇത് രണ്ടും. പിന്നെ ദ്വാന്തവും നെടിലവുമാണ്. ദ്വാന്തവും കൂടി പഠിച്ചു വെക്കുക. ദ്വാന്തവും എന്താണ്, ഇടിലം. നെടിലം എന്ന് പറയുന്നത് എന്താണ്, നെറ്റിയാണ് നമ്മൾ നെടിലം എന്ന് പറയുന്നത്. അപ്പൊ തമസ്, ദ്വാന്തം, അന്ധകാരം, ഇത് മൂന്നും എന്താണ്, ഇരുട്ടിന്റെ പര്യായ പദങ്ങളാണ്. ധീരൻ എന്ന പദത്തിന്റെ വിപരീതം. ധീരൻ എന്ന് പറയുമ്പോൾ ഓപ്പോസിറ്റ് എന്തായിരിക്കും, ധീരൻ അല്ലെ, ഭീരു ആയിരിക്കും അല്ലെ, ഭീരു. അതേപോലെ സംവൃതം, എന്താണ്, സംവൃതം ഓപ്പോസിറ്റ് ആണ് എന്ത്, വിവൃതം. സംവൃതം വിവൃതമാണ്. പിന്നെ പഠിക്കാവുന്നതാണ് ഉന്മുഖൻ. ഉന്മുഖൻ എന്ന് പറയുന്നത് എന്ത് വരും, വിമുഖൻ അല്ലെങ്കിൽ അധോമുഖൻ എന്നൊക്കെ വരും കേട്ടോ, ഉന്മുഖൻ. അപ്പൊ ധീരൻ ആരാണ്, ഭീരുവാണ്. ഓക്കെ, തത്വം പിരിച്ച് എഴുതിയതിൽ നിന്ന് ശരിയായത്, ഇത് ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. ഫൈനൽ ആൻസർ കീഴിൽ ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. തത്വം, അത് ഇത് വരുമ്പോഴേക്കും ഇത് അങ്ങനെ എന്തോ മിസ്റ്റേക്ക് വരുന്നുണ്ട്. തത്വം എന്താണ്, ഇത് ക്യാൻസൽ ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. കവി എന്ന നാമരൂപത്തിന്റെ സ്ത്രീലിംഗം. കവി നമ്മൾ എങ്ങനെയാണ് പഠിക്കുന്നത്, കവ, യാവള്ളി, താവള്ളി. അപ്പൊ എന്താണ്, കവയിത്രി ഏതാണ്, ഓപ്ഷൻ ഡി ആണ്, യാവള്ളി താവള്ളി. ഇവിടെ എന്താണ്, വായിക്കും കൂടി വള്ളി തന്നിട്ടുണ്ട്, അത് തെറ്റാണ്. ഇവിടെ എന്താണ്, തായ്ക്ക് മാത്രമാണ് വള്ളി തന്നിരിക്കുന്നത്, ഇവിടെ വായിക്കാണ് വള്ളി തന്നിരിക്കുന്നത്. കവ, യാവള്ളി, താവള്ളിയാണ് കവയിത്രി എന്ന് പറയുന്നത്. വിഗ്രഹാർത്ഥം എഴുതുക. കല്യാണപ്പന്തൽ. എന്താണ് കല്യാണപ്പന്തൽ എന്ന് പറയുന്നത്, കല്യാണത്തിന്റെ പന്തൽ, കല്യാണമായ പന്തൽ, കല്യാണത്താൽ പന്തൽ. ഇത് രണ്ടുമല്ലേ കൺഫ്യൂഷൻ വരുള്ളൂ. എന്താണ്, കല്യാണത്തിനുള്ള പന്തലാണ് എന്ത്, കല്യാണ പന്തൽ എന്ന് പറയുന്നത്. ഓപ്ഷൻ സി, കല്യാണത്തിനുള്ള പന്തലാണ് എന്ത്, കല്യാണ പന്തൽ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. താഴെ തന്നിട്ടുള്ളവയിൽ ചിഹ്നങ്ങൾ ശരിയായി ചേർത്ത വാക്യം കണ്ടോ. ഇവിടെ എന്താണ്, മലയാളത്തിലെ ശ്രീ പ്രതിഭാശാലിയായ കവിയും നാടകകൃത്തും ഗാനരചയിതാവുമാണ് ശ്രീ കാവാലം പണിക്കർ. ഇവിടെ ഒരു കോമ ഇട്ടിട്ടുണ്ട്, അതിന്റെ ആവശ്യമില്ല, അവിടെയല്ല വേണ്ടത്. മലയാളത്തിലെ പ്രതിഭാശാലിയായ കവിയും നാടകകൃത്തും, ഇതൊക്കെ തെറ്റാണ്, നിങ്ങൾ പഠിച്ചു വെച്ചു. മലയാളത്തിലെ പ്രതിഭാശാലിയായ കവിയും നാടകകൃത്തും ഗാനരചയിതാവുമാണ് ശ്രീ കാവാലം നാരായണ പണിക്കർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് ഏതാണ്, ഓപ്ഷൻ ഡി ആണ് നമുക്ക് ആൻസർ ആയിട്ട് വരേണ്ടത്. മലയാളത്തിലെ പ്രതിഭാശാലിയായ കവിയും നാടകകൃത്തും രചയിതാവുമാണ് എന്ത്, കാവാലം നാരായണ പണിക്കർ. അതേപോലെ ഇതിന്റെ ഒപ്പം തന്നെ നമുക്ക് രണ്ടുപേരും കൂടി പഠിച്ചു വെക്കാം. വെണ്ണകൃഷ്ണൻ. എന്താണ് വെണ്ണകൃഷ്ണൻ എന്ന് പറഞ്ഞാൽ, വെണ്ണപ്രിയനായ കൃഷ്ണനെയാണ് നമ്മൾ വെണ്ണകൃഷ്ണൻ എന്ന് പറയുന്നത്. നോക്കുകൂലി. എന്താണ്, നോക്കി നിൽക്കുന്നതിനുള്ള കൂലിയാണ് നോക്കുകൂലി. നോക്കാനുള്ള കൂലി, നോക്കി നിൽക്കുന്നതിനുള്ള കൂലിയെ പറയുന്നതാണ് നോക്കുകൂലി എന്ന്. നീലാകാശം. എന്താണ്, നീലയായ ആകാശത്തെയാണ് നമ്മൾ നീലാകാശം എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് നമ്മുടെ മാത്സിലേക്ക് വരുവാണ്. നോക്കിക്കേ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് 3 + 8 × 4 - 2 × 4 + 7 എന്നാണ് തന്നിരിക്കുന്നത് അല്ലെ. ബോർഡ് മാസ് റൂൾ ആണ് തന്നിരിക്കുന്നത്. ബോർഡ് മാസ് റൂളിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണ്, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യണം. അപ്പൊ ഇവിടെ എന്ത് വരണം, 3 + 8 എന്ന് പറയുന്നത് 11 ആണ്. 11 × 4 - 2 × 7 + 4 എന്ന് പറയുന്നതും എത്രയാണ്, 11 ആണ്.
ബോർഡ് മാസ് റൂളിൽ ബ്രാക്കറ്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്താണ് വേണ്ടത്? ഡിവിഷൻ വേണം. ഡിവിഷൻ ഇവിടെ തന്നിട്ടില്ല. ദെൻ എന്താണ് വേണ്ടത്? മൾട്ടിപ്ലിക്കേഷൻ ആണ് വേണ്ടത്. സോ ഇവിടെ എന്ത് വരും? 11 ഇൻറ്റു 4 എന്ന് പറയുന്നത് 44 -22 എന്ന് വരും. ആൻസർ എത്രയാണ്? 22 നമ്മുടെ ആൻസർ ആയിട്ട് വരേണ്ടത്. ഓപ്ഷൻ സി ആണ് ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 6 ഇൻറ്റു 11 മൈനസ് 5/11 ഇൻറ്റു 5/11 ഡിവൈഡ് ബൈ 6/11 മൈനസ് 5/11. ഈ ക്വസ്റ്റ്യൻ കാണുമ്പോൾ ഇവിടെ ഡയറക്റ്റ് ഇവിടെ എന്താണ്? ഒന്നുകിൽ നിങ്ങൾക്ക് ഇത് 6 ഇൻറ്റു 6 36/121 എന്നൊക്കെ പറഞ്ഞ് ചെയ്യാൻ പറ്റും. അതിന്റെ ഒന്നിന്റെ ആവശ്യമില്ല. ഇവിടെ നോക്കിക്കേ, ഇത് രണ്ടും ഒരേ സംഖ്യയല്ലേ തന്നിരിക്കുന്നത്? ഇത് രണ്ടും ഒരേ സംഖ്യയാണ്. അപ്പൊ ഇവിടെ എങ്ങനെ എഴുതാം നമുക്ക്? എ സ്ക്വയർ അല്ലെ മൈനസ് ഇവിടെ എന്താണ്? ബി എന്ന് പറയുന്ന ഈ ഒരു നമ്പർ ആണെങ്കിൽ ഇതിന് നമുക്ക് ബി സ്ക്വയർ എന്ന് എഴുതാനായിട്ട് പറ്റും. ഡിവൈഡഡ് ബൈ എ മൈനസ് ബി. ഈ ഒരു ഫോർമാറ്റിലല്ലേ തന്നിരിക്കുന്നത്. ഇനി എ സ്ക്വയർ മൈനസ് ബി സ്ക്വയറിന് നമുക്ക് എങ്ങനെ എഴുതാനായിട്ട് പറ്റും? എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി ഡിവൈഡഡ് ബൈ എ മൈനസ് ബി. ഇവിടെ എ മൈനസ് ബിയും എ മൈനസ് ബിയും കട്ടായി പോകും. ബാക്കി എന്തുണ്ട്? ഒരു എ പ്ലസ് ബി. അതായത് നമുക്ക് എന്ത് മതി? 6/11 പ്ലസ് 5/11 മതി നമുക്ക്. 6ഉം 5ഉം എത്രയാണ്? 11. 11/11 എന്ന് പറയുന്നത് 1 ആണ് ആൻസർ. ഓപ്ഷൻ എ ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരേണ്ടത്. അല്ലെങ്കിൽ നമ്മൾ ഇതിനെ ചെയ്യേണ്ടത് ഇങ്ങനെ ചെയ്യണം. 6 ഇൻറ്റു 6 36 ഡിവൈഡ് ബൈ 11 ഇൻറ്റു 11 121 മൈനസ് 5 ഇൻറ്റു 5 25 ഡിവൈഡ് ബൈ 11 121 ഹോൾ ഡിവൈഡഡ് ബൈ 1/11 ഉണ്ടോ? പിന്നെ എന്ത് ചെയ്യണം? ഈ പറയുന്ന 36 125 കുറച്ചെഴുതണം. പിന്നെ അതിനെ 121 കൊണ്ട് എഴുതണം. പിന്നെ മൾട്ടിപ്ലൈ ചെയ്യണം. അങ്ങനെയൊക്കെ ചെയ്ത് വേണം ചെയ്യാനായിട്ട്. അതായത് 36 125 കുറക്കുമ്പോൾ 11 കിട്ടും. 11/121 എന്ന് വരും. ഇവിടെ എന്താണ്? ഇത് നേരെ തിരിച്ചു വരുമ്പോഴേക്കും ഇൻറ്റു 11/1 എന്ന് വരും. ഇതും കൂടി ക്യാൻസൽ ആയി പോകും. 11 തവണ 11/11 എന്ന് പറയുന്നത് 1 ആണ്. ഇത്രയൊന്നും വേണ്ട. ജസ്റ്റ് ഇവിടെ ഈ ഒരു ഐഡന്റിറ്റി എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ആണ് ഡിവൈഡ് ബൈ എ മൈനസ് ബി. എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്ന് പറയുന്നത് എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി ആണെന്നും കൂടി ഓർത്തിരുന്നാൽ മതി. നീലയും പച്ചയും ചായങ്ങൾ 3:5 എന്ന അംശബന്ധത്തിൽ കലർത്തി പുതിയ നിറമുണ്ടാക്കി. നീലയേക്കാൾ 12 ലിറ്റർ കൂടുതലാണ് പച്ച. എത്ര ലിറ്റർ നീല ചായമാണ് എടുത്തതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ നമുക്കറിയാം നീല എന്ന് പറയുമ്പോൾ ബ്ലൂ അല്ലെ. ബ്ലൂവും ഗ്രീനും എടുത്തിരിക്കുന്നത് 3:5 എന്ന അംശബന്ധത്തിലാണ്. ഇവ നീലയേക്കാൾ 12 ലിറ്റർ കൂടുതൽ എന്ന് പറഞ്ഞാൽ ഇത് തമ്മിലുള്ള വ്യത്യാസം എത്രയാണ്? 2 അല്ലേ. ഈ 2 ആണ് ഈ പറയുന്ന 12 എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ 3 എത്രയെന്നാ ചോദിച്ചിരിക്കുന്നത്? എത്ര ലിറ്റർ നീല ചായമാണ് എടുത്തത്? ഈ 3 എത്രയെന്നാ നമ്മളോട് ചോദിച്ചിരിക്കുന്നത്? 2 12 ആണ്. കാര്യം ഇവ തമ്മിലുള്ള വ്യത്യാസം, ഇത് തമ്മിൽ കൂടുതൽ എന്ന് പറയുമ്പോൾ ഇവ തമ്മിലുള്ള വ്യത്യാസമാണ് തന്നിരിക്കുന്നത്. ജസ്റ്റ് ഇത് ക്രോസ് ചെയ്താൽ മതി. ഇവിടെ എത്ര വരും? 12 ഇൻറ്റു 3 ഡിവൈഡ് ബൈ 3 12 ഇൻറ്റു 3 ഡിവൈഡ് ബൈ 2 എന്ന് വരും അല്ലെ. 2 ഉള്ളതിനെ മുകളിൽ എഴുതുക, 1 ഉള്ളതിനെ താഴെ എഴുതുക. ഇതും കൂടി കട്ടായി പോകുമ്പോൾ ആൻസർ 6 വരും. 6 ഇൻറ്റു 3 എന്ന് പറയുന്നത് 18 ലിറ്റർ ആണ് എന്ത് എടുത്തിരിക്കുന്നത്? നീലച്ചായം എടുത്തിരിക്കുന്നത്. അല്ലെങ്കിൽ ഇതിനെ എങ്ങനെ ചെയ്യാം? 5x അല്ലെ. 5x മൈനസ് 3x ആണ് ഈ പറയുന്ന 12 എന്ന് പറയുന്നത്. അതായത് 2x എന്ന് പറയുന്നത് 12 ആണെങ്കിൽ x എന്ന് പറയുന്നത് 6 ആണ്. നീല എത്രയെന്നാ ചോദിച്ചിരിക്കുന്നത്? ബ്ലൂ എന്ന് പറയുന്നത് 3x ആണ്. സോ 3 ഇൻറ്റു 6 18. അങ്ങനെയും ചെയ്യാം. ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾക്ക് മാത്സ് എന്ന് പറയുന്നത് ഏത് തരത്തിൽ വേണമെങ്കിലും ചെയ്യാം. പക്ഷെ ആൻസർ തെറ്റിപ്പോകരുത്. ആൻസർ ഒറ്റ ആൻസറേ ഉണ്ടാകുള്ളൂ എന്നുള്ള ഓർമ്മയിൽ നിങ്ങൾ ചെയ്തങ്ങ് നോക്കുക. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. ഒരു സമാന്തര ശ്രേണിയിലെ അഞ്ചാം പദം സമാന്തര ശ്രേണി എഴുതുമ്പോൾ നമ്മൾ എങ്ങനെയാണ് nth ടേം എഴുതുന്നത്? a പ്ലസ് n മൈനസ് 1 ഇൻറ്റു ഡി അല്ലെ. അപ്പൊ ഇവിടെ അഞ്ചാം പദം എന്ന് പറയുന്നത് എന്ത് വരണം? a പ്ലസ് 4d. അതാണ് അഞ്ചാം പദം എന്ന് പറയുന്നത്. അടുത്തത് ഏഴാം പദം എന്ന് പറയുന്നത് a പ്ലസ് എന്താണ്? 21d അല്ലെ. a പ്ലസ് 6d. അത് എത്രയാണെന്നാ പറഞ്ഞിരിക്കുന്നത്? 21 ആണ്. ഇത് എത്രയാണെന്നാ പറഞ്ഞിരിക്കുന്നത്? 15 ആണ്. ഇവിടെ നമുക്ക് 2-3 തരത്തിൽ ഈ ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. നോക്കിക്കേ, ഇവിടെ നമ്മൾ അഞ്ചാം പദം എഴുതി, ഇവിടെ നമ്മൾ ആറാം പദം എഴുതി, ഇവിടെ നമ്മൾ ഏഴാം പദം എഴുതി. ഈ അഞ്ചാം പദത്തോട് നമ്മൾ എന്ത് ചെയ്തു? 2 തവണ പൊതുവ്യത്യാസം കൂട്ടുമ്പോഴാണ് നമുക്ക് ഈ ഏഴാം പദം കിട്ടുന്നത് അല്ലെ. അപ്പൊ നമുക്കിവിടെ എന്ത് ചെയ്താൽ മതി? ഈ 15നോട് നമുക്ക് 2 തവണ പൊതുവ്യത്യാസം കൂട്ടുമ്പോൾ നമുക്ക് 21 കിട്ടണം. അപ്പൊ 2d എന്ന് പറയുമ്പോൾ എന്ത് വരും? 21 മൈനസ് 15 എത്ര വരും? കുറക്കുമ്പോഴേക്കും നമുക്ക് 6 വരും. അപ്പൊ ഡി എത്ര കിട്ടും? 6/2 3 ഡി എന്ന് പറയുന്നത്. ഇനി ഇവിടെ ഡി കിട്ടി. അപ്പൊ നമുക്കിവിടെ ഇക്വേഷൻ എന്താണ്? a പ്ലസ് 4d എന്ന് പറയുന്നത് 15 ആണ്. a പ്ലസ് 4 ഇൻറ്റു 3 എന്ന് പറയുമ്പോൾ എത്ര വരും? 15 എന്ന് വരും. 4 ഇൻറ്റു 3 12 ആണ് എന്ന് പറയുന്നത് 15 വരും. അപ്പൊ എ എന്ന് പറയുന്നത് എത്ര വരും? 15 മൈനസ് 12, അതായത് 3 ആണ് എയുടെ വാല്യൂ. ഓപ്ഷൻ ബി ആണ് എയുടെ വാല്യൂ എന്ന് പറയുന്നത്.
ഒന്നുകിൽ ഈ ഒരു കൺസെപ്റ്റിൽ ചെയ്യാം, അല്ലെങ്കിൽ ഇതിനെ എങ്ങനെ ചെയ്യാനായിട്ട് പറ്റും? നോക്കിക്കേ, ഇതേപോലെ തന്നെ A+4D എന്ന് പറയുന്നത് 15. അടുത്ത എന്താണ്? A+6D എന്ന് പറയുന്നത് 21. ഇവിടെ എന്ത് ചെയ്യാം? നമുക്ക് രണ്ട് ഇക്വേഷൻസ് തമ്മിൽ സോൾവ് ചെയ്യാം അല്ലെ? ഇവിടെ മൈനസ് ചെയ്യുമ്പോഴേക്കും ഇവിടെ എന്ത് വരും? ഇത് മൈനസ് ആകും, ഇത് മൈനസ് ആകും, ഇത് മൈനസ് ആകും. ഇവിടെ എന്ത് വരും? -2D എന്ന് വരും. എയും കൂടി ക്യാൻസൽ ആയി പോയിക്കോളും. ഇവിടെ എന്ത് വരും? -6 എന്ന് വരും. അപ്പൊ ഡി എന്ന് പറയുന്നത് -6a/-2. ഡി എന്ന് പറയുന്നത് ഇവിടെ 3 കിട്ടും. ഡി കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ സെയിം നമ്മൾ എന്ത് ചെയ്യുക? ഏതെങ്കിലും ഒരു ഇക്വേഷനിലേക്ക് അതങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. A+4D എന്ന് പറയുന്നത് 15 ആണ്. A+4 × 3 എന്ന് പറയുന്നത് 15 ആണ്. എ എന്ന് പറയുന്നത് 15 - 12 3 വരും. ഉണ്ടോ? എങ്ങനെ വേണമെങ്കിലും നമുക്ക് ആൻസറിലേക്ക് എത്താനായിട്ട് പറ്റും. അനു കൃഷി ആവശ്യത്തിനായി 15,000 രൂപ ബാങ്കിൽ നിന്നും വായ്പ എടുത്തു. ബാങ്ക് 8% പലിശ നിരക്കാണ് കണക്കാക്കുന്നത്. എങ്കിൽ 6 മാസം കഴിയുമ്പോഴുള്ള പലിശ, ഇവിടെ നമ്മൾ കൂട്ടുപലിശ എന്നൊന്നും പറഞ്ഞിട്ടില്ല, സാധാ പലിശയായിരിക്കും. അപ്പോൾ പലിശയാണ് വേണ്ടത്. ഐ എന്ന് പറയുന്ന ഇക്വേഷൻ എന്താണ്? PNR / 100 ആണ് അല്ലെ? ഇവിടെ പി എന്ന് പറയുന്നത് എത്രയാണ്? 15,000 രൂപ ഇൻറ്റു അടുത്ത് എന്താണ് പറഞ്ഞിരിക്കുന്നത്? N നമ്പർ ഓഫ് ഇയർ എന്ന് പറയുന്നത് 6 മാസമാണ്. 6 മാസം എന്ന് പറയുമ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? അതിനെ 1/2 എന്ന് എഴുതാം അല്ലെ? 6 മാസം എന്ന് പറയുന്നത് 6/12 അല്ലെ? അപ്പൊ എന്ത് വരും? 1/2 എന്ന് വരും. അപ്പൊ ഇവിടെ Nന്റെ പ്ലേസിൽ നമുക്ക് 1/2 എഴുതാം. ഇൻറ്റു 8% പലിശ നിരക്കിൽ എത്രയാണ്? 8/100 വരും. ഇവിടെ നമുക്ക് ഇതും കൂടി കട്ട് ചെയ്യാം. ഇവിടെ 2ഉം 8ഉം കൂടി കട്ട് ചെയ്യുമ്പോൾ 4 തവണ അല്ലെ? 150 × 4 എന്ന് പറയും. 150 × 2 300 ആണ്. അപ്പൊ 300 600. 600 ആണ് നമുക്കിവിടെ ആൻസർ ആയിട്ട് വരേണ്ടത്. ഓപ്ഷൻ എ ആണ്. ദിലീപ് ഒരു ആടിനെ 3200 രൂപയ്ക്ക് വിറ്റു. അതിനെ വിറ്റപ്പോൾ 8% നഷ്ടം വന്നുവെങ്കിൽ വിറ്റ വില എത്ര? 8% നഷ്ടം വന്നു. അപ്പൊ നമ്മൾ ഈ 3200 രൂപയ്ക്ക് വാങ്ങിയിട്ട് അതിന്റെ 8% എത്രയെന്ന് കണ്ടുപിടിച്ച് കുറച്ച് നോക്കിയാൽ മതി. 3200ന്റെ 8% കണ്ടുപിടിക്കുക. അവിടെ 0 കട്ടായി പോകും. 32 × 8 എന്ന് പറയുന്നത് 256 വരും. ഈ പറയുന്ന 3200 രൂപക്ക് മേടിച്ച സാധനത്തിന് 256 രൂപ നമുക്ക് എന്ത് വന്നു? നഷ്ടം വന്നു. അപ്പൊ എത്രയായിരിക്കും? 10ൽ നിന്ന് 6 കുറച്ചാൽ 4 വരും. ഇവിടെ എന്താണ്? 9 ആണ്. 9ൽ നിന്ന് 5 കുറച്ചാൽ ഇവിടെ 4 വരും. ഇവിടെ 1 ആയിരുന്നു. 1ൽ നിന്ന് ഇവിടെ ഇങ്ങോട്ടേക്ക് എടുക്കണം അല്ലെ? അവിടെ എത്ര വരും? 11ൽ നിന്ന് 2 കുറച്ചാൽ ഇവിടെ 9 വരും. ഇവിടെ 2 വരും ബാക്കി. ഇവിടെ എത്ര വരും? 2, 9, 4, 4. ഇതാണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. 2944 രൂപയ്ക്കാണ് അദ്ദേഹം വിറ്റത്. ഇനി അല്ലെങ്കിൽ ഇതിനെങ്ങനെ ചെയ്യാം? 3200 രൂപയ്ക്ക് മേടിച്ചപ്പോഴേക്കും, അതാണ് നമ്മുടെ 100% എന്ന് പറയുന്നത്. 8%-നാണ് നഷ്ടം വന്നത്. 8% കുറക്കുമ്പോൾ ഇവിടെ എത്ര വരും? 92. ഇത് എത്രയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 92% എന്ന് പറയുന്നത് എത്രയാണ്? ഇത് സെയിം തന്നെ ചെയ്യുക. എന്ത് ചെയ്യുക? 3200 × 92 / 100 ചെയ്താലും ആൻസറിലേക്ക് എത്താനായിട്ട് പറ്റും. ഓക്കെ, അപ്പൊ നമുക്ക് 2944 ആൻസർ കിട്ടും. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 12 മീറ്റർ, 16 മീറ്റർ, 20 മീറ്റർ അളവുള്ള ഒരു ചതുരക്കട്ടയിൽ നിന്നും 4 മീറ്റർ വശമുള്ള എത്ര ക്യൂബുകൾ നിർമ്മിക്കാം എന്നാ ചോദിച്ചിരിക്കുന്നത്. 12, 16, 20 മീറ്റർ ആണ് പറഞ്ഞിരിക്കുന്നത്. അതായത് L 12, B എന്ന് പറയുന്നത് 16, H എന്ന് പറയുന്നത് 20 ആക്കി എടുക്കാം. ഒരു ചതുരക്കട്ടയാണ്. അതിൽ നിന്ന് നമുക്ക് 4 മീറ്റർ വശമുള്ള എത്ര ക്യൂബുകൾ നിർമ്മിക്കാം? എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഒരു സാധനം ഉരുക്കി മറ്റൊരു സാധനം ഉണ്ടാക്കുമ്പോൾ, അല്ലെങ്കിൽ അതിൽ നിന്ന് ചെത്തിയെടുക്കാവുന്ന എത്ര എണ്ണമെന്നൊക്കെ പറഞ്ഞ് എപ്പോഴും ചോദിക്കാറുണ്ട്. അപ്പൊ അതിന്റെ ഒരു ലോജിക്ക് എന്ന് പറയുന്നത്, നിങ്ങൾ ഈ തന്നിരിക്കുന്ന സാധനത്തിന്റെ വോളിയം എണ്ണം കണ്ടുപിടിക്കാനായിട്ട് വലുതേതാണോ അതിന്റെ വോളിയം ഡിവൈഡഡ് ബൈ ചെറുതിന്റെ വോളിയം ചെയ്താൽ മതി. ഇവിടെ വലുതിന്റെ വോളിയം എന്ന് പറയുന്നത് ചതുരക്കട്ടയുടെ വോളിയം, വ്യാപ്തം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? L × B × H ആണ്. ഡിവൈഡഡ് ബൈ ചെറിയ സമചതുര ക്യൂബിന്റെ വോളിയം എന്താണ്? A³ അല്ലേ? ഇത് ചെയ്താൽ മതി. ഇവിടെ നോക്കിക്കേ, L × B × H എന്ന് പറയുന്നത് 12 × 16 × 20 വരും. ഡിവൈഡഡ് ബൈ A³ എന്ന് പറയുമ്പോൾ എത്ര വരും? 4 × 4 × 4 എന്ന് വരും. ഇതും കൂടി കട്ടായി പോകും 3 തവണ. ഇതും കൂടി കട്ടായി പോകും 4 തവണ. ഈ 4ഉം ഈ 20ഉം കൂടി കട്ടായി പോകും 5 തവണ. 5 × 4 20, 20 × 3 എന്ന് പറയുന്നത് 60. അതായത് ഈ ഒരു വലിയ ചതുരക്കട്ടയിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്? ഈ 4 മീറ്റർ വശമുള്ള 60 ക്യൂബുകൾ നമുക്ക് അതിൻ്റെ അകത്ത് നിന്ന് കട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പൊ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്.
-1/150 ഇൻറ്റു √625 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നെഗറ്റീവിന്റെ ഏതൊരു ഉള്ളിൽ പവർ ഏതും ആയിക്കോട്ടെ, ഉള്ളിലെ സംഖ്യ ഏതും ആയിക്കോട്ടെ, അതിന് നെഗറ്റീവ് ഉണ്ടെങ്കിൽ അതിന്റെ പവർ ഓഡ് ആണെങ്കിൽ ആൻസർ നെഗറ്റീവ് ആയിരിക്കും. -1ന്റെ പവറിൽ ഈവൻ നമ്പർ ആണെങ്കിൽ ആൻസർ എന്തായിരിക്കും? +1 ആയിരിക്കും. ഇത്ര മാത്രം ഓർത്തിരുന്നാൽ മതി. ഇവിടെ നോക്കിക്കേ, 150 എന്ന് പറയുന്നത് എന്താണ്? ഒരു ഈവൻ നമ്പർ ആണ്. അപ്പൊ ആൻസർ ഇവിടെ 1 ആയിരിക്കും. 1 ഇൻറ്റു പിന്നെ എന്താ പറഞ്ഞിരിക്കുന്നത്? √625. 625ന്റെ റൂട്ട് എന്ന് പറയുന്നത് 25 ആണ്. സോ 1 ഇൻറ്റു 25 25 ആണ് ആൻസർ. ഓപ്ഷൻ ബി ആണ് നമുക്ക് ആൻസർ ആയിട്ട് വരേണ്ടത്. നെക്സ്റ്റ് നോക്കാം. അമൽ ഒരു യാത്രയുടെ ആദ്യത്തെ 2 മണിക്കൂർ സമയം 30 km/മണിക്കൂർ വേഗതയിൽ 2 മണിക്കൂർ എന്ത് സഞ്ചരിച്ചു? 30 km വേഗതയിലും 3 മണിക്കൂർ 40 km വേഗതയിലും സഞ്ചരിച്ചു. വേഗതയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ശരാശരി വേഗത എന്ന് പറയുമ്പോൾ നമുക്കറിയാം ദൂരം ബൈ സമയമാണ്. ഇവിടെ നമുക്ക് ദൂരം എന്താണ് കണ്ടുപിടിക്കേണ്ടത്? 2 മണിക്കൂർ 30 km വേഗതയിൽ, അതായത് 1 മണിക്കൂർ കൊണ്ട് 30 km സഞ്ചരിച്ചു. അപ്പൊ 2 മണിക്കൂർ കൊണ്ട് എത്രയായിരിക്കും? 2 × 30 60 km സഞ്ചരിച്ചിട്ടുണ്ട്. ഇത് 3 മണിക്കൂർ 40, അപ്പൊ 3 × 40 120 km സഞ്ചരിച്ചു. അപ്പൊ ആകെ ദൂരം എന്ന് പറയുന്നത് ഈ പറയുന്ന 60ഉം 120ഉം കൂടി കൂട്ടണം. സമയം എന്ന് പറയുന്നത് എന്താണ്? ഇതാണ് നമ്മുടെ ആകെ സമയം. അപ്പൊ 2 + 3 5 ആണ്. 60ഉം 120ഉം കൂടി കൂട്ടുമ്പോഴേക്കും എത്ര വരും? 120 ആണ്. 180 / 5 എന്ന് വരും. 180നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴേക്കും നമുക്ക് കിട്ടുന്ന ആൻസർ എത്രയാണ്? ഇവിടെ 3 തവണ അല്ലേ? 3 തവണ, ബാക്കി 3 വരും. 6 × 5 30, 36 km/മണിക്കൂർ ആണ് എന്ത് ചെയ്യുന്നത്? അതിന്റെ ശരാശരി വേഗത എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് നോക്കാം. 3, 6, 18, 21, 63 ഇതാണ് തന്നിരിക്കുന്നത്. 3, 6, 18, 21, 63. നെക്സ്റ്റ് നമ്പർ കണ്ടുപിടിക്കാനാ പറഞ്ഞിരിക്കുന്നത് അല്ലെ? അപ്പോൾ ഇവിടുത്തെ ആൻസർ എങ്ങനെ വരും? ഇവിടെ തന്നിരിക്കുന്നത് 3നോട് എന്ത് ചെയ്തു? 3 + 3 ആണ് എന്ത്? 6 എന്ന് പറയുന്നത്. നെക്സ്റ്റ് നോക്കിക്കേ, ഈ 6നോട് 6 × 3 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 18 കിട്ടും. അടുത്ത് നോക്കിക്കേ, 18നോട് 3 കൂട്ടുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 21 കിട്ടും. ഇനി 21 × 3 ആണ് ഈ പറയുന്ന 63. കണ്ട, പല ലോജിക്കുകളായിരിക്കും പരീക്ഷയ്ക്ക് ചോദിക്കുന്നത് കേട്ടോ. അപ്പൊ അടുത്ത് എന്തായിരിക്കണം ചെയ്യേണ്ടത്? 63നോട് 3 നമ്മൾ കൂട്ടുകയാണ് വേണ്ടത്. കൂട്ടുക, ഗുണിക്കുക, കൂട്ടുക, ഗുണിക്കുക, ആ ഒരു മീനിങ്ങിലാണ് പോയിരിക്കുന്നത്. അപ്പൊ ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് 66 ആണ്. ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരേണ്ടത്. ഒരു ടാങ്കിൽ വെള്ളം വരുന്ന 2 പൈപ്പുകൾ ഉണ്ട്. അവയിൽ ഒരു പൈപ്പ് തുറന്നാൽ 5 മണിക്കൂർ കൊണ്ട് നിറയും, മറ്റേത് തുറന്നാൽ 3 മണിക്കൂർ കൊണ്ട് നിറയും. 2 പൈപ്പുകളും കൂടി ഒരുമിച്ച് തുറന്നിട്ടാൽ എത്ര മണിക്കൂർ കൊണ്ട് നിറയും? നമ്മുടെ വർക്ക് ആൻഡ് ടൈമിന്റെ നമ്മൾ ചെയ്ത സെയിം ടൈപ്പ് തന്നെയാണ് ഈ ക്വസ്റ്റ്യൻസ് വരേണ്ടത്. ഒന്ന് പറഞ്ഞിരിക്കുന്നത് നോക്കിയേ, ഒരു പൈപ്പ് എക്സ് എന്ന് പറയുന്ന പൈപ്പ് എന്താണ്? 5 മണിക്കൂർ കൊണ്ടും വൈ എന്ന് പറയുന്ന പൈപ്പ് 3 മണിക്കൂർ കൊണ്ടും ആണെങ്കിൽ രണ്ടും കൂടി ഒരുമിച്ച് എക്സ് പ്ലസ് വൈ, നമ്മൾ എ ഒരു ജോലി ഇത്ര മണിക്കൂർ ഇത്ര ദിവസം കൊണ്ട് ചെയ്തു, ബി ഒരു ജോലി ഇത്ര ദിവസം കൊണ്ട് ചെയ്തു. എ പ്ലസ് ബി എന്ന് പറയുന്നത് നമ്മൾ എങ്ങനെയാണ് പഠിക്കുന്നത്? XY/X + Y. ഇവിടെ എന്ത് വരും? XY എന്ന് പറയുന്നത് എത്ര വരും? 5 × 3 / 5 + 3. 5 × 3 എന്ന് പറയുന്നത് 15 ആണ്. 15/8 മണിക്കൂർ കൊണ്ട് ഇത് നിറയും. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് ഇതിനെ എങ്ങനെ ചെയ്യാം? ഇതിന്റെ എഫിഷ്യൻസി വെച്ച് ചെയ്യാം. ഒരെണ്ണം 5 മണിക്കൂർ കൊണ്ട്, ഒരെണ്ണം എത്രയാണ്? 3 മണിക്കൂർ കൊണ്ടാണ് നിറയുന്നത്. നമുക്ക് എന്ത് ചെയ്യാം? ഇവയുടെ LCM കണ്ടുപിടിച്ച് ഇവിടെ എഴുതി വെക്കാം. ഇവിടെ LCM എന്താണ്? 5 × 3 15 ആണ് LCM ആയിട്ട് വരേണ്ടത്. ഓക്കെ ആണല്ലോ. ഇനി ഈ 5ൽ നിന്ന് 15ലേക്ക് എത്താൻ എത്രയാണ് എടുക്കേണ്ടത്? 3 തവണ മൾട്ടിപ്ലൈ ചെയ്താൽ പോലെ. 15 / 5, അതായത് അതിന്റെ എഫിഷ്യൻസിയാണ് നമുക്ക് വേണ്ടത്. ഇവിടെ 5 ആണ് എഫിഷ്യൻസി. അതായത് ഈ പൈപ്പിന്റെ എഫിഷ്യൻസി 5ഉം ഈ പൈപ്പിന്റെ എഫിഷ്യൻസി എത്രയാണ്? 3ഉമാണ് അതിന്റെ എഫിഷ്യൻസി എന്ന് പറയുന്നത്. ഇനി എന്താ ചെയ്യേണ്ടത്? നമ്മൾ ഒരുമിച്ച് തുറന്നിട്ടു. ടോട്ടൽ നമുക്ക് എന്ത് ചെയ്യണം? 15 ആണ് നമ്മുടെ ടാങ്ക് എന്ന് പറയുന്നത്. അത് നിറയാനായിട്ട് ടോട്ടൽ എന്ത് ചെയ്യണം? 5ഉം 3ഉം, അതായത് രണ്ടും കൂടി ഒരുമിച്ചാണ്. അപ്പൊ ഇതിന്റെ എഫിഷ്യൻസിയും ഉണ്ട്, അവിടെ ഇതിന്റെ എഫിഷ്യൻസിയും ഉണ്ട്. 5ഉം 3ഉം കൂടി കൂട്ടുമ്പോൾ 8 ആണ്. 15/8. അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ ഈ ഒരു ഇക്വേഷൻ വെച്ച് ചെയ്യാം. XY/X + Y ആണ്. ഇത് തന്നെയാണ് നമ്മൾ എക്സ് ഒരു ജോലി 10 ദിവസം കൊണ്ട് പൂർത്തിയാക്കി, വൈ ഒരു ജോലി 20 ദിവസം കൊണ്ട് പൂർത്തിയാക്കി. രണ്ടുപേരും കൂടി ആ ജോലി പൂർത്തിയാക്കാൻ എടുക്കുന്ന സമയം XY/X + Y. അല്ലെങ്കിൽ അതും നമുക്ക് ഈ എഫിഷ്യൻസി വെച്ച് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. എ എന്ന് പറയുന്നത് ഇൻറ്റു ആണ്, 15 ഇൻറ്റു. അടുത്തത് ബി എന്ന് പറയുന്ന മൈനസ് ആണ്, 5 ഉണ്ട്. സി ആണ് നമുക്ക് വേണ്ടത്. സി എന്ന് പറയുന്ന പ്ലസ് ആണ്. 18 മൈനസ് 40 / 8 ആണ്. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ ആൻസർ എങ്ങനെ വരും? 15 × 5 എന്ന് പറയുന്നത് 75 ആണ്. പ്ലസ് 18 മൈനസ് എന്ത് ചെയ്യണം? ഡിവിഷൻ ചെയ്യണം. 40 / 8 എന്ന് പറയുമ്പോൾ എത്ര വരും? 5 വരും.
ഓക്കെ, ഇവിടെ 75 ഇവിടെ എന്താണ് ഇത് തമ്മിൽ നമ്മൾ മൈനസ് ചെയ്യുമ്പോഴേക്കും നമുക്ക് 70 കിട്ടും. 70+18 എന്ന് വരും. ആൻസർ വരേണ്ടത് 88 ആണ് ആൻസർ ആയിട്ട് വരേണ്ടത്. ഓപ്ഷൻ ഡി 88 വരും. ഒരു ക്ലാസ്സിലെ പരീക്ഷയ്ക്ക് വിജയിച്ച കുട്ടികൾ അജിതയുടെ റാങ്ക് മുകളിൽ നിന്നും 14-ാമതാണ്, താഴെ നിന്നും 31-ാമതാണ്. 6 കുട്ടികൾ പരീക്ഷ എഴുതാതിരിക്കുകയും എങ്കിൽ ക്ലാസ്സിലെ മൊത്തം കുട്ടികളുടെ എണ്ണം എത്ര? അപ്പൊ നമുക്ക് അജിതേനെ അവിടെ നിർത്തട്ടെ. അപ്പൊ അജിതയുടെ നമുക്ക് ടോട്ടൽ നമ്പർ എങ്ങനെ കണ്ടുപിടിക്കാം? ഒരാളെ വെച്ചിട്ട് നമുക്ക് കമ്പയർ ചെയ്ത് പറയുമ്പോഴേക്കും നമുക്കറിയാം ലെഫ്റ്റിൽ നിന്നുള്ള ആളുടെ എണ്ണവും റൈറ്റിൽ നിന്നുള്ള ആളുടെ എണ്ണവും കൂടി കൂട്ടുക, -1 ചെയ്താൽ മതി. ലെഫ്റ്റിൽ എത്ര പേരുണ്ട്? 14 + 31 -1 ചെയ്താൽ മതി. അപ്പൊ ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് എത്ര വരും? 14 31 അല്ലേ? അപ്പൊ 5 45 -1 എന്ന് വരും. 44 പേരാണ് ആ ക്ലാസ്സിൽ ഉണ്ടായിരുന്നത്. എപ്പോ? പരീക്ഷ എഴുതിയവരെ. നമ്മളോട് പറഞ്ഞിട്ടുണ്ട് 6 കുട്ടികൾ പരീക്ഷ എഴുതിയിട്ടില്ല എന്ന് പറയുന്നുണ്ട്. അപ്പൊ നമ്മൾ ഈ മൊത്തം കുട്ടികളുടെ എണ്ണം എന്ന് പറയുമ്പോൾ ഈ 44-നോട് ഈ 6 കൂടി കൂട്ടണം. അപ്പൊ ആൻസർ എത്ര വരും? 50 വരും. 50 കുട്ടികളാണ് ആ ക്ലാസ്സിൽ മൊത്തം ഉണ്ടായിരുന്നത്. നമ്മൾ കുട്ടികളുടെ എണ്ണം പരീക്ഷ എഴുതിയവരെ വെച്ചിട്ടല്ലേ നമ്മൾ റാങ്ക് ലിസ്റ്റ് ഉണ്ടാക്കുന്നത്. ഓക്കെ, ഒറ്റയാനെ കണ്ടെത്തുക. എന്തായിരിക്കും ഒറ്റയാനായിട്ട് വരേണ്ടത്? 41 3 7 47 ഇതെല്ലാം പ്രൈം നമ്പർ ആണ്. ഇതെല്ലാം പ്രൈം നമ്പേഴ്സ് ആണ്. ഇതെല്ലാം പ്രൈം നമ്പർ ആണ്. 3 5 7 പ്രൈം നമ്പർ ആണ്. പക്ഷെ ഇവിടെ ഒന്നെന്ന് പറയുന്നത് എന്താണ്? ഭാജ്യവുമല്ല, അത് അഭാജ്യവുമല്ല. ഭാജ്യവും അല്ല, അതെന്താണ്? ഭാജ്യമല്ല, അഭാജ്യമല്ലാത്ത സംഖ്യയാണ് എന്താ ഒന്നെന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ഇവിടെ ഒറ്റയാനെന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആയിരിക്കും. ദീപ ഒരിടത്ത് നിന്നും തെക്കോട്ട് സഞ്ചരിച്ചു. അപ്പൊ നമുക്ക് ആദ്യം തെക്കും വടക്കൊക്കെ വരച്ചു വെക്കാവേ. എന്താണ്? ഇതാണ് നോർത്ത്, ഇത് സൗത്ത്, ഇത് ഈസ്റ്റ്, ഇത് വെസ്റ്റ്. എന്താ പറഞ്ഞിരിക്കുന്നത്? ദീപ ഇവിടെ നിന്ന് തെക്കോട്ട് സഞ്ചരിച്ചു. സോറി, തെക്കല്ലേ, താഴത്തോട്ട്. ഇതാണ് നമ്മുടെ സ്റ്റാർട്ടിംഗ് പോയിന്റ്. ഈ സ്റ്റാർട്ടിംഗ് പോയിന്റ് എപ്പോഴും ഓർത്തിരിക്കണം. തെക്കോട്ട് സഞ്ചരിച്ചു. എത്ര മീറ്റർ? 30 മീറ്റർ സഞ്ചരിച്ചു. നേരെ തിരിച്ച് വടക്കോട്ട് പോയി 35 മീറ്റർ പോയി. അപ്പൊ നമ്മുടെ സ്റ്റാർട്ടിംഗ് പോയിന്റും കഴിഞ്ഞ് പിന്നെ ഒരു 5 മീറ്ററും കൂടി മുന്നോട്ട് പോയിട്ടുണ്ട്. 5 മീറ്ററും കൂടി പോയി. പിന്നെ എന്താ പറഞ്ഞിരിക്കുന്നത്? പിന്നീട് കിഴക്കോട്ട് 25 മീറ്റർ പോയി. ഇങ്ങോട്ടേക്ക് 25 മീറ്റർ പോയി. എഗെയിൻ നമ്മൾ തെക്കോട്ട് എത്രയാണ്? 5 മീറ്റർ വന്നിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ യാത്ര തിരിച്ചെടുത്തും എത്ര അകലത്തിലാണ്? ഈ ഡിസ്റ്റൻസ് ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. എത്രയാണ്? 25 മീറ്റർ അല്ലേ? ഇതേ സെയിം ഡിസ്റ്റൻസ് തന്നെയല്ലേ? കാര്യം ഇത് 5 ആണ്, ഇത് 5 തന്നെയാണ്. അപ്പൊ ഇവിടെ നിന്ന് ഇവിടം വരെയുള്ള ദൂരമാണ് ചോദിച്ചിരിക്കുന്നത്. എത്രയാണ്? 25 മീറ്റർ ആണ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഒരു ക്ലോക്കിലെ സമയം 4:15. 4:15 പ്രതിബിംബത്തിന്റെ സമയമാണ്. പ്രതിബിംബത്തിലെ സമയം കണ്ടുപിടിക്കാനായിട്ട് എന്താണ് ചെയ്യേണ്ടത്? 11:60. 11:60 എന്ന് പറയുമ്പോൾ നമുക്കറിയാം 12 മണി അല്ലേ? അതിൽ നിന്ന് നമുക്ക് കുറച്ചാൽ മതി. എന്ത് കുറക്കണം? 4:15 അങ്ങ് കുറച്ചാൽ മതി. 4:15 കുറക്കുമ്പോൾ ഇവിടെ എത്ര വരും? 60-ൽ നിന്ന് 15 പോകുമ്പോഴേക്കും 45 ആണ്. 11-ൽ നിന്ന് 4 കുറക്കുമ്പോഴേക്കും 7 ആണ്. അപ്പോൾ ഇവിടുത്തെ ആൻസർ എത്ര വരും? 7:45 ആണ് പ്രതിബിംബത്തിൽ കാണിക്കുന്ന സമയം എന്ന് പറയുന്നത്. ഒരു മാസത്തിലെ 3-ാമത്തെ ദിവസം ഞായറാഴ്ചയാണ്. ഞായറാഴ്ചക്ക് 3 ദിവസം മുൻപായിരുന്നു. 3-ാമത്തെ ദിവസം എന്ന് പറയുന്നത് ഞായറാഴ്ചക്ക് 3 ദിവസം മുമ്പാണ്. അപ്പൊ നോക്കിക്കേ, ഞായറാഴ്ചക്ക് 3 ദിവസം മുമ്പെന്ന് പറയുമ്പോൾ ഞായർ, ശനി, വെള്ളി, വ്യാഴം. 3 ദിവസം മുമ്പെന്ന് പറയുമ്പോൾ വ്യാഴമാണ്. അതായത് 1 2 3 മാസത്തിലെ 3-ാമത്തെ ദിവസം എന്താണെന്നാ പറഞ്ഞിരിക്കുന്നത്? വ്യാഴമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. എങ്കിൽ 27-ാമത്തെ ദിവസം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് ജസ്റ്റ് നോക്കാം. 3 കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഏതായിരിക്കും വരേണ്ടത്? നേരെ താഴേക്ക് വരേണ്ടത് ഇവിടുത്തെ 10 വ്യാഴമായിരിക്കും, 17 വ്യാഴമായിരിക്കും, 24 വ്യാഴമായിരിക്കും. 27-ാമത്തെ ദിവസം എന്ന് പറയുമ്പോൾ 25, 26, 27 വ്യാഴം, വെള്ളി, ശനി, ഞായർ. 27 എന്ന് പറയുന്നത് ഏതാണ്? ഞായറായിരിക്കും. ഇനി അതല്ല എങ്കിൽ നമ്മൾ ഈ ക്വസ്റ്റൻ എങ്ങനെ ചെയ്യാനായിട്ട് പറ്റും? നമുക്ക് നോക്കിക്കേ, 1 2 3 ഇതാണ് വ്യാഴം എന്ന് പറഞ്ഞിരിക്കുന്നത്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് 27-ാമത്തെ ദിവസം എന്തെന്നാണ്. ഇവിടെ ഇടയ്ക്ക് എത്ര ദിവസമുണ്ട്? നമുക്കറിയാം 3-ൽ നിന്ന് 27-ലേക്ക് എത്താനായിട്ട് 24 ദിവസമുണ്ട്. ഈ 24-നെ നമുക്ക് എന്ത് ചെയ്യാം? 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴേക്കും 7 3 21. റിമൈൻഡർ എത്ര കിട്ടും? 3 കിട്ടും. ഈ വ്യാഴത്തിനോട് 3 കൂട്ടിയാൽ മതി. വെള്ളി, ശനി, ഞായർ ഉണ്ടോ? അങ്ങനെയും നമുക്കിത് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. ഒരു സംഖ്യയോട് 2 കൂട്ടിയതിന്റെ വർഗം. ഒരു സംഖ്യയോട് 2 കൂട്ടി അതിന്റെ വർഗം എന്ന് പറയുന്നത് 36 ആയാൽ സംഖ്യയായി വരാൻ ചാൻസ് ഉള്ളത് ഏതെന്നാ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഇവിടെ x+2 എന്ന് പറയുന്നത് ഈ സ്ക്വയർ ഇപ്പുറം വരുമ്പോൾ എന്തായിട്ട് മാറും? റൂട്ടായിട്ട് മാറും. റൂട്ട് 36 ആയിട്ട് മാറും. അപ്പൊ x+2 എന്ന് പറയുമ്പോൾ എന്ത് വരും? x+2 എന്ന് പറയുന്നത് 6 ആണ്. അപ്പൊ x എന്ന് പറയുന്നത് 6 - 2 4 ആണ്. എക്സിന്റെ വാല്യൂ ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വരേണ്ടത്.
7:349, 9:- എന്നാ പറഞ്ഞിരിക്കുന്നത്. ഇവിടെ നമുക്ക് കുറെ ക്യൂബും സ്ക്വയറൊക്കെ നമുക്ക് അറിഞ്ഞിരിക്കണം. അപ്പൊ നമുക്ക് അറിയാവുന്നത് 7ന്റെ അടുത്തായിട്ട് നമുക്ക് അറിയാവുന്ന കാര്യം എന്താണ്? 7ന്റെ ക്യൂബാണ് ഈ പറയുന്ന 343 എന്ന് പറയുന്നത്. പക്ഷെ ഇവിടെ തന്നിരിക്കുന്നത് 343നോട് 9 എത്രയാണ്? 349 ആണ് തന്നിരിക്കുന്നത്. അതായത് ഇതിനോട് നമ്മൾ എന്ത് ചെയ്തു? 6 കൂട്ടിയാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ ആൻസർ എത്ര വരും? 349 എന്ന് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ 9 എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? 9ന്റെ ക്യൂബിനോട് 6 കൂട്ടി നോക്കണം. 9ന്റെ ക്യൂബ് അത് ആൻസറിൽ ഉണ്ടോ നോക്കിയാൽ മതി. 9ന്റെ ക്യൂബ് എന്ന് പറയുന്നത് 729 ആണ്. അതിനോട് നമുക്ക് 6 കൂട്ടുമ്പോൾ നമുക്ക് കിട്ടുന്നത് 735 ആണ്. ഇതിവിടെ ഉണ്ടോ നോക്കണം. ദേ കിടക്കുന്നു 735. അല്ലെങ്കിൽ ചിലപ്പോൾ തരാം, ഇവിടെ ചിലപ്പോൾ തന്നിട്ടുണ്ടാവില്ല. പക്ഷെ ഇവിടെ നമുക്ക് എന്ത് ചെയ്യണം? ഇവിടെ 7 കഴിഞ്ഞിട്ട് എന്താണ്? 6 നമ്മൾ കൂട്ടിയിരിക്കുന്നത് അല്ലെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? അതല്ലെങ്കിൽ ആ ഒരു ലോജിക്ക്, അല്ലെങ്കിൽ നമ്മുടെ 9 കഴിഞ്ഞിട്ട് തൊട്ട് മുമ്പുള്ള നമ്പർ 8 കൂട്ടി നോക്കണം. ചിലപ്പോൾ ആ ഒരു ലോജിക്കിലായിരിക്കും ഒരു ആൻസർ തരുന്നത്. അപ്പൊ എന്താണെന്നുള്ളത് നമ്മൾ തന്നെ കണ്ടുപിടിച്ച എക്സാം ഹാളിൽ നിന്ന് എടുക്കണം. നമ്മൾ കുറച്ച് അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് കുറെ സ്ക്വയറും ക്യൂബൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പെട്ടെന്ന് ആ നമ്പറിലേക്ക് അതിന്റെ അടുത്താണല്ലോ എന്നുള്ളൊരു ചിന്തയെങ്കിലും നമുക്ക് ഉണ്ടാക്കും. ഈ 343 7ന്റെ സ്ക്വയർ ആണെന്ന് അറിയാൻ പാടില്ലാത്ത ഒരാള് എന്ത് ചെയ്യും? സ്വാഭാവികമായിട്ടും അവിടെ നിന്ന് ആലോചിക്കും, അയ്യോ ഇത് എന്താണ്? ഈ 7ൽ നിന്ന് 343 എത്താനായിട്ട്, അല്ലെങ്കിൽ 349 എത്താൻ എന്താ ചെയ്യേണ്ടതെന്ന് അവിടെ നിന്ന് ആലോചിക്കും. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് അത്യാവശ്യം ക്യൂബും സ്ക്വയറൊക്കെ പഠിച്ചു വെക്കണം എന്നുള്ളത്. എ ബിയുടെ സഹോദരനാണ്. എയും ബിയും സഹോദരങ്ങളാണ്. സി എയുടെ സഹോദരിയാണ്. അപ്പൊ ആരാണ്? ബിയുടെ സഹോദരിയാണ് അല്ലെ. അപ്പൊ ഇവര് തമ്മിൽ ആരാണ്? ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് ആരെങ്കിലും ആയിക്കോട്ടെ. ഡി എന്ന് പറയുന്നത്, ഡി ആരാണ്? സിയുടെ പുത്രനാണ്. എങ്കിൽ ഡിക്ക് ബിയോടുള്ള ബന്ധം എന്തായിരിക്കും? ഡിയും ബി എന്ന് പറയുന്നത് ഇവർ രണ്ടുപേരുടെയും ആരാണ്? ഡി എന്ന് പറയുന്നത് അനന്തരവനായിരിക്കും അല്ലെ. അനിയത്തിയുടെ മോൻ, അനിയൻ, ആ ഒരു കൺസെപ്റ്റ് ആണ്. സഹോദരിയല്ലേ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇവര് സഹോദരനാണ്. ബി എന്ന് പറയുന്ന, എയും ബിയും സഹോദരങ്ങളാണ്. സി എന്ന് പറയുന്നത് എയുടെ സഹോദരിയാണ്. സഹോദരിയുടെ പുത്രൻ എന്ന് പറയുമ്പോൾ ആരാണ്? അത് അനന്തരവനാണ്. ഓക്കെ ആണല്ലോ. അപ്പൊ ഇത്രയുമാണ് നമ്മുടെ 20 ദിവസത്തെ ക്വസ്റ്റ്യൻ ആയിട്ടുണ്ട്. 20 ഡെയിലി ബൂസ്റ്ററും നമ്മൾ അത്യാവശ്യം 50 ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. അപ്പൊ നമുക്കിനി അടുത്ത ദിവസങ്ങളിൽ, നമുക്ക് വരും ദിവസങ്ങളിലായിട്ട് കാണാം. ഇനിയുള്ള വെള്ളി, ശനി, ഞായറൊക്കെ എന്ത് ചെയ്യുക? നന്നായിട്ട് റിവൈസ് ചെയ്യുക. അപ്പോഴേക്കും നമുക്ക് ഓക്കെ. അപ്പൊ നമ്മുടെ തിങ്കൾ അല്ലെങ്കിൽ ചൊവ്വാഴ്ച നമുക്കിനി വീണ്ടും കാണാം. താങ്ക്